നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സ്റ്റഡിയുടെ 26ാമത്തെ ക്ലാസ്സിലേക്ക് 2025 ഒക്ടോബർ മാസം 28-ാം തീയതി നാം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 25 ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. 26ാമത്തെ ക്ലാസ് ഇന്നലെ റെക്കോർഡിങ് നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് വീണ്ടും 26ാമത്തെ ക്ലാസ്സായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുന്നത്. 26ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിലുള്ള സഭയോടുള്ള ദൂത് എന്ന് പൂർണ്ണമായും നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഈ സഭയോടുള്ള ദൂതുകളായിട്ട് കർത്താവോട് സംസാരിച്ചിരിക്കുന്നത്. ഇത് നേരിട്ട് കർത്താവ് സഭയോട് സംസാരിച്ചിരിക്കുന്ന ദൂതുകളാണ്. അപ്പോൾ ഈ 7ാമത്തെ സഭയായിരിക്കുന്ന ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഈ സഭയുടെ കുറവുകൾ വളരെയധികമുള്ള ഒരു സഭയായിരുന്നു ലവോദിക്ക സഭ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളത് ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആരംഭഘട്ടത്തിൽ ദൈവസഭ സ്ഥാപിതമായപ്പോൾ, അഥവാ മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി സഭ സ്ഥാപിച്ചപ്പോൾ ആ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിഴവുകളില്ലാത്ത ദൈവസ്നേഹത്തിലുള്ള സഭകളായിരുന്നു. അതിനുശേഷം കഷ്ടതയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അത് വിശ്വാസത്തിന്റെ തീക്ഷണതയായിരുന്നു. അതിനുശേഷമായി ദൈവസഭ കഷ്ടതയിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞപ്പോൾ അവർ ലോകത്തിലേക്കൊക്കെ നീങ്ങുകയും പാപത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ സഭയുടെ ഒരു റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരുന്ന ഒരു ഭാഗത്തിലേക്ക് വരുന്നത് നമുക്ക് 15ാം നൂറ്റാണ്ടിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് ഏകദേശം ഫിലദെൽഫിയ സഭയുടെ ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അതിന് ശേഷമായിട്ടുള്ള അവസാന സഭ, അപ്പം ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു, അത് ഊർജ്ജസ്വലമായി അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് എല്ലാം നിന്നു. അതിനുശേഷമായ ദൈവസഭ അനുദിനമായി താഴേക്ക് പോവുകയും എന്നാൽ ഫിലദെൽഫിയ സഭയോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അത് വീണ്ടും ദൈവസഭയെ മടക്കി ദൈവം എങ്ങനെയാണോ സഭ ആരംഭത്തിൽ തുടങ്ങിയത് അതേ ഒരു അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഫിലദെൽഫിയ സഭയുടെ കുറവുകളില്ലാത്തൊരു സഭയെ കാണുന്നത്. അപ്പോൾ ഈ എഫെസ് സഭ കഴിഞ്ഞിട്ട് കഷ്ടതയാകുന്ന സ്മുർന്ന സഭയുടെ സമയത്താണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ജീവിതങ്ങളിൽ നിന്ന് അത് ആ കാലഘട്ടത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സ്മുർന്ന സഭ നമുക്കറിയാം, ആദ്യം നൂറ്റാണ്ടിലെ സഭ അത് എഫെസ് സഭയോടുള്ള ബന്ധത്തിൽ നൂറ്റാണ്ടുകളോട് ബന്ധത്തിൽ നിൽക്കുന്നു. കഷ്ടത സഹിച്ച സഭയാണ് സ്മുർന്ന സഭ. അവർ തീക്ഷണതയോടെ ദൈവനാമത്തിന് വേണ്ടി നിന്നു. അവർക്ക് കുറവില്ലായിരുന്നു. എന്നാൽ AD 323 ശേഷമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശ്വാസത്തിൽ മതപരിവർത്തനത്തിലേക്ക് വരികയും വിശ്വാസം കൂടാതെ മതപരിവർത്തനത്തിലേക്ക് വരികയും അത് മുഖാന്തരമായി ദൈവസഭ ഒരു രാജകീയ മതമായി മാറ്റപ്പെട്ടതോടുകൂടി ഈ ദൈവസഭയ്ക്കകത്തേക്ക് AD 325 ശേഷം നിരവധി പാരമ്പര്യ പഠിപ്പിക്കലുകൾ കടന്നു വരികയും ദൈവസഭ ഒരു പൗരോഹിത്യ സഭയായി അല്ലെങ്കിൽ പരമ്പരാഗത സഭയായി മാറുവാനും ഇടയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി അത് ഉറങ്ങുന്ന സഭയായി ഉറക്കത്തിലേക്ക് സർദീസ് സഭ മാറ്റപ്പെടുവാടെ എത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് പേരുണ്ട് എങ്കിലും നീ ഉറങ്ങുന്ന സഭയായിരുന്നു. അപ്പോൾ 15ാം നൂറ്റാണ്ട് വരെ പിന്നീട് നാം കാണുന്നത് ഉറങ്ങുന്ന അവസ്ഥയിൽ. അതിന് മുമ്പുള്ള സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ സമയത്തുള്ള ആഭിചാര പൈശാചിക പോലുള്ള കൂടി സഭയെ എങ്ങനെയാണ് അതിനെ ഉറക്കിക്കളഞ്ഞത് എന്നുള്ളത് നമുക്കിവിടെ സർദീസ് സഭയെ കാണുമ്പോൾ അത് ഉറങ്ങുന്ന സഭയാണ്. അത് നിനക്ക് നീ ഉറങ്ങുന്നു, മരിച്ചവനാകുന്നു, ജീവനുള്ള പേരിൽ മരിച്ചുപോയി എന്നൊരവസ്ഥയിലേക്ക് വരുവാൻ ഇടയാറ്റുന്നു. ആഭിചാര മറ്റുള്ള എല്ലാം കൂടെ കയറി സഭയ്ക്കകത്ത് തനിമയില്ലാതെ നഷ്ടപ്പെടുന്നു. അന്നും ആ കാലഘട്ടത്തിലും ഇതിലൂടെ കടന്നു പോകുമ്പോഴും ദൈവസഭയ്ക്കകത്ത് ഏത് കാലഘട്ടത്തിലും പരാജിതമാകാതെ ജയിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കി മനസ്സിലാക്കണം. എല്ലാ നൂറ്റാണ്ടുകളിലൂടെയും സഭ കടന്നു പോയപ്പോഴും സഭകൾക്ക് പൂർണ്ണമായും അതിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ഒരു പൈശാചിക ശക്തികൾക്കോ മണ്ഡലങ്ങൾക്കോ കഴിഞ്ഞില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അവർ നിലയുറപ്പിച്ചു പോയി. അപ്പം നമുക്ക് സ്മുർന്ന സഭയെക്കുറിച്ച് നോക്കുമ്പോൾ അവർ കളക്റ്റീവായിട്ട് ഒരുമിച്ച് ജയാളികളായി നിൽക്കുന്ന കഷ്ടത നിൽക്കുന്ന സഭകളായി തീർന്നു. എന്നാൽ അതിനുശേഷമുള്ള സഭകളെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും പൂർണ്ണമായി പരാജയപ്പെടുത്തുവാൻ
സാത്താന് കഴിഞ്ഞില്ല. എന്നാൽ അവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദൈവസഭയെ എങ്ങനെയും ഒതുക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി, അതിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി, അങ്ങനെ ഒരു നാമം പോലും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തത്താൽ പണിത സഭയ്ക്കെതിരെ ശത്രു അഴിച്ചുവിട്ട എല്ലാ പോരുകളെയും അതിജീവിച്ചുകൊണ്ട് സർദീസിലെ സഭയോട് ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഉണർത്താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 15-ാം നൂറ്റാണ്ടിലാണ് മാർട്ടിൻ ലൂതറിലൂടെ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളെയും ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത്, അതുവരെയും പാപമോചന ചീട്ടും പാപമോചനത്തിന് മറ്റു പല ക്രിയകളും കാര്യങ്ങളും ഒക്കെ ജാതീയ സമ്പ്രദായങ്ങളെ പോലെ ദൈവസഭയ്ക്കകത്തേക്ക് അടിച്ചമർത്തി അതിനെ വല്ലാതാക്കി ജീവൻ നഷ്ടപ്പെടുത്ത അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഉയർത്തും. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണർത്തപ്പെടുന്ന ഒരു സഭയായി നമുക്ക് 15-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടങ്ങളിൽ മാർട്ടിൻ ലൂതറിലൂടെ ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത്, അങ്ങനെ ഓരോ നൂറ്റാണ്ടുകൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തോടെ രക്ഷ, വിശ്വാസ സ്നാനം, അതുപോലെ വിശുദ്ധ ജീവിതം 19-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവസഭയിൽ പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിച്ച് അതിനെയാണ് പെന്തക്കോസ്ത് യുഗം എന്ന് പറയുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് യുഗം എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തിൻ്റെ വീണ്ടുമുള്ള നവീകരണ പ്രവൃത്തിയിലൂടെ അനേകർ വീണ്ടും ആദിമ നൂറ്റാണ്ടിലെ പോലെ ചലിക്കപ്പെടുന്നവരായി ജീവനുള്ളവരായി തീരുവാനുള്ള കാലഘട്ടത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിലേക്ക് ദൈവസഭയെ കർത്താവ് കൊണ്ടുവന്നു, കൈപിടിച്ചുയർത്തി. ആ ഒരു കാലഘട്ടത്തിലാണ് നാം ഇരിക്കുന്നത്. ഇപ്പോൾ നാം ആയിരിക്കുന്നത് ഈ ലവോദിക്ക സഭയുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇതിനകത്ത് 2 കൂട്ടരുണ്ട്. ഇപ്പോൾ ഈ ലവോദിക്ക സഭയെക്കുറിച്ച് ദൂത് പറയുമ്പോൾ ഇത് അവസാനത്തെ സഭയാണ്. അപ്പോൾ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്. ഇതിൽ എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന, അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, അതുപോലെ ദുരാത്മാവിൻ്റെ ശക്തിയും വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമായിരിക്കുന്ന, ഏതാണ് എന്നുള്ള തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലൊരു കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുള്ള സഭയാണ് ലവോദിക്ക സഭ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സഭയുടെ കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലവോദിക്ക സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അത് സ്ഥാപിതമായത് എവിടെയാണെന്നും എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ വളരെ ചുരുക്കമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിലദെൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടല്ലോ. ഫിലദെൽഫിയ സഭയോടുള്ള ബന്ധത്തിലാണ് മാർട്ടിൻ ലൂതറിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ദൈവത്തിൻ്റെ സഭ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷമായി ആ ഉണർവ് അത് അന്ന് വ്യാപരിച്ച 17, 18, 19 നൂറ്റാണ്ടിൽ വ്യാപരിച്ച അതേ ഒരു ഉണർവിലേക്ക് പോകാതെ 19-ാം നൂറ്റാണ്ടിൽ ദൈവസഭ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവോടുകൂടി മുമ്പോട്ട് പോകുന്നെങ്കിലും സമ്മിശ്രമായിരിക്കുന്ന അനുഭവത്തിലേക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ദൈവസഭയായി തീർന്നു വന്ന സഭകളെ പൊതുവായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ സഭയുടെ ഉത്ഭവം മുതൽ സഭയുടെ എണ്ണം തികയപ്പെട്ട് കർത്താവിൻ്റെ മധ്യാകാശം വരെയുള്ള സഭയുടെ ഏകദേശ രൂപമാണ് ഈ 7 സഭകളുള്ള ദൂതിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി. ഇതിനകത്ത് ഞാൻ വർഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഇതാണ് എൻ്റെ രക്തചുരുക്കം. ഇതാണ് സഭയ്ക്ക് സംഭവിച്ചതാണ്. 2 സഭകൾ തെറ്റുകളില്ലാതെ നിൽക്കുന്നു. ഒന്ന് സ്മുർണ സഭ, ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയുടെ ആധിക്യത്തിൽ അവർ നിന്നു. പിന്നീടുള്ള സഭ ലവോദിക്ക സഭയുടെ മുമ്പുള്ള 6ാമത്തെ സഭയായിരിക്കുന്ന റിസ്റ്റോറേഷൻ്റെ സമയത്ത് നടക്കുന്ന 15-ാം നൂറ്റാണ്ടോളം ബന്ധത്തിൽ നടക്കുന്ന സഭയാണ്. അതിലൂടെയാണ് പരിശുദ്ധാത്മാവ് വീണ്ടും അതിൻ്റെ രീതിയിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പോയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജയാളികൾ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാ സഭകളോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചതാണ്, പ്രതിഫലത്തോടും അത് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ലവോദിക്ക സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് സ്ഥാപിതം ആയതിനെക്കുറിച്ചുള്ള വളരെ ചില കാര്യങ്ങൾ നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ സഭയോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവീൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ. കൊലോസ്യർക്കെതിരെ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊലോസ്യ സഭയോട് അടുത്ത് കിടക്കുന്ന സഭകളാണ് ഈ പറയുന്ന സഭകൾ എല്ലാം. 7 സഭകൾ നോക്കുമ്പോൾ അടുത്തടുത്ത സഭകളാണ്.
അപ്പോൾ അത് ഒരേ കാലഘട്ടത്തിലാണ് ദൈവം എടുത്ത് പരിശോധിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ചരിത്രങ്ങളെ പഠിക്കാൻ വേണ്ടി സഭയുടെ ഓരോ കാലഘട്ടങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ 7 സഭകളെ എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിലും കർത്താവ് സംസാരിക്കുമ്പോൾ അന്ന് ആ സമയത്തുണ്ടായിരുന്ന 7 സഭകളെ എടുത്ത് കർത്താവ് തുലനം ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ദൈവസഭയുടെ ഭാവി എന്നാണ് കർത്താവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എഫെസസ് സഭ കഴിഞ്ഞിട്ട് സ്മുർന സഭ കഴിഞ്ഞിട്ട് എന്തായിരിക്കും അടുത്ത സഭകളുടെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും അവസാനത്ത് എന്നുള്ളത് 7 സഭകളുടെ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സഭകളെല്ലാം അടുത്തടുത്ത് കിടക്കുന്നതാണ്. കൊലോസ്യ സഭയോട് കൊലോസ്യ സഭയുടെ അടുത്ത് കിടക്കുന്ന സഭയാണ് ലവോദിക്ക സഭ. അപ്പൊ ഇവര് പൗലോസ് എഴുതിയ ലേഖനം, കൊലോസ്യ ലേഖനം ലവോദിക്ക സഭയിൽ വായിക്കണമെന്നും ലവോദിക്ക സഭയിൽ എഴുതിയ ലേഖനം കൊലോസ്യർക്ക് സഭയിൽ വായിക്കണമെന്നും അവിടെ പറഞ്ഞിരിക്കാനായിട്ട് കാണാം. ഇതൊരു നുഭ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട്ടിലാണ് ലവോദിക്ക സഭ സ്ഥാപിതമായെന്നുള്ളതും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭ കൊലോസ്യയിലെ സഭയ്ക്ക് സമീപമായിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള സഭയെക്കുറിച്ചുള്ള ഏകദേശങ്ങളും നമുക്ക് ഈ ലേഖനത്തെ കാണാൻ സാധിക്കുന്നത്. ലവോദിക്കർക്ക് പ്രത്യേകമായിട്ടൊരു ലേഖനം എഴുതാത്തതിൻ്റെ കാരണം ഈ സഭകളിൽ എഴുതുന്ന ലേഖനങ്ങളെല്ലാം ഇങ്ങനെ മറ്റുള്ള സഭകളിൽ വായിക്കാറുണ്ടായിരുന്നു. എന്നാൽ ലവോദിക്ക സഭയ്ക്ക് താൻ പ്രത്യേകമായിട്ട് എഴുതിയിരുന്ന ഒരു ലേഖനമുണ്ടായിരുന്നു, അത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മറ്റുള്ള ലേഖനങ്ങളുമായിട്ട് പൊതുവായിട്ടുള്ള ഒരു അത് ഉള്ളതുകൊണ്ട്, പൊതു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ലവോദിക്ക സഭയുടെ പേരിൽ ഒരു ലേഖനമായിട്ട് ഇവിടെ രേഖപ്പെടുത്താതിരിക്കുന്നത്. നമുക്കറിയാം, പല ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനമൊക്കെ വരുമ്പോൾ ഏകദേശം ഒരുപോലെ എഫെസ്യർക്ക് ലേഖനവും എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ പൗലോസ് ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്ന എല്ലാം ഒന്നിനോടൊന്ന് ഏകദേശം പൊരുത്തപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലവോദിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ വാദമുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസജ്ഞാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഇങ്ങനെയുള്ള പട്ടത്തമില്ല, പൗരോഹിത്യമില്ല, പള്ളികളില്ല, ഒന്നും പണിതിട്ടില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ചിലർ അതിന് വാദമുഖമായിട്ട് ഉയർത്തുന്നത് ഈ ഒരു വാക്യമൊക്കെ എടുത്ത് അവർ ഉയർത്തുന്നത്. അവർ പറയുന്നത് ഇത് ലവോദിക്ക സഭയുടെ ലേഖനം എവിടെയാണ്, അപ്പം അതുകൊണ്ട് ബൈബിൾ പൂർണ്ണമല്ല എന്ന് ചിന്തിക്കുന്ന ചിലർ ഉണ്ട്, അങ്ങനെ വാദിക്കുന്നവരുണ്ട്. പക്ഷേ മറ്റ് ഒരു സ്ഥലത്തും പറയാതെ ഈ ലവോദിക്ക എന്നൊരു സഭയ്ക്ക് എഴുതുമ്പോൾ അവിടേക്ക് മാത്രമാണോ ശിശുസ്നാനവും പട്ടത്വവും പൗരോഹിത്യവും കൊണ്ടുവന്നത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അങ്ങനെയായിരുന്നു മറ്റേതെങ്കിലും സഭകളിൽ പറയുമായിരുന്നല്ലോ. അവിടെ ഒന്നും പറയാതെ ഇതിൻ്റെ അകത്തുള്ളതിൽ പേരിൽ സത്യത്തെ വളച്ചൊടിച്ച് ആരും പോകരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നാനപ്പെടാൻ കഴിയുന്നതിന് കഴിയപ്പെടണ്ട, നിങ്ങൾക്ക് പാരമ്പര്യങ്ങളെ വിട്ടുമാറേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. പക്ഷേ സത്യവചനത്തെ ഒരിക്കലും നാം വളച്ചൊടിക്കരുത്. സത്യത്തെ ഒരിക്കലും വളച്ചൊടിക്കുന്നത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല, അതിന് നാം ശിക്ഷിക്കപ്പെടും. അതാണ് ദൈവത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. ഇന്ന് എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, മറ്റൊരു നിലനിൽപ്പിന് വേണ്ടി നാം ഈ വചനം എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കരുത്. സ്നാനപ്പെടാൻ കഴിയാത്തൊരു സ്നാനപ്പെടരുത്, സഭ വിട്ടുപോരാൻ കഴിയാത്ത സഭ വിട്ടുപോരരുത്. ആരെങ്കിലും ദൈവാത്മാവ് ഹേമിച്ചിട്ട് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നവർ മാത്രമേ ഈ വിശ്വാസ പ്രമാണത്തിലേക്ക് വരാവുള്ളൂ. അല്ലാത്ത ഒരാൾ പോലും ഇതിനകത്തേക്ക് ഇറങ്ങരുതെന്നും ഞാൻ ഈ തിരുവചന ക്ലാസ്സിൽ ഞാൻ ഉത്ബോധിപ്പിക്കുക. കാരണം ആൾക്കാരെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവസഭ. കത്താത്ത 1000 ബൾബിടുന്നതിനേക്കാൾ നല്ലത് കത്തുന്ന ഒരൊറ്റ ബൾബിട്ടാൽ മതി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, 2 3 പേർ, ഞങ്ങൾക്കിവിടെ 10,000 സഭകൾ വേണ്ട. അത് എണ്ണത്തിലല്ല കാര്യമിരിക്കുന്നത്. 2 3 പേർ അത് വിശുദ്ധിയിലായി ജീവിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ അവരുടെ മധ്യത്തിൽ വിശുദ്ധനായിരിക്കും, ദൈവം ഉണ്ടായിരിക്കും. എന്താണ് ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വായിച്ചിട്ട് ശരിയല്ലേ, ലവോദിക്കയിലെ ലേഖനം വായിച്ചല്ലോ, കൊലോസ്യ വായിച്ചല്ലോ, അത് ബൈബിളിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് അത് അപൂർണമാണല്ലോ. അതുകൊണ്ട് അപൂർണമായിരിക്കുന്ന എഴുതപ്പെടാത്ത അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ധൂപപ്രാർത്ഥനയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു വച്ചാൽ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെയാ. അതൊരിക്കലും സാധുത അതിനില്ല എന്നുള്ളത് രാത്രിയിൽ ഈ പഠനത്തിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ ദൈവസഭയ്ക്കുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളെ എടുത്തു കാണിച്ചിട്ട് ഒരിക്കലും വലിയൊരു സത്യത്തെ ആരും തമസ്കരിക്കരുത് എന്ന് ഇന്ന് രാത്രിയിൽ വളരെ എളിയവനായി ദൈവാത്മാവിൽ ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വലിയൊരു കാര്യത്തെ ചെറിയൊരു കാര്യം കൊണ്ട് തമസ്കരിക്കരുത്. അത് ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. എത്ര അടിച്ചമർത്തപ്പെട്ടു വെച്ചാലും ദൈവം
സ്നേഹിക്കുന്നവരെ, ദൈവത്തെ കണ്ടിരിക്കുന്ന ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ജീവിക്കാൻ താല്പര്യമുള്ളവരെ ഈ വചനം അവരെ ഏത് പാരമ്പര്യത്തിന്റെ കുരുക്കിൽ, ഏത് ജാതിയെ കുരുക്കിൽപ്പെട്ടവരാണെങ്കിലും അവരെ ദൈവം അവിടെ നിന്ന് അഴിച്ചെടുക്കുക തന്നെ ചെയ്യും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നിഷ്കളങ്കന്മാർ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ട്, നിഷ്കളങ്കതയോടെ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവര് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുയേശുവിനെ, സകല മനുഷ്യർക്കും രക്ഷാകാരണമായിരിക്കുന്ന യേശുവിനെ കണ്ടെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഏത് രാജ്യത്താണെങ്കിലും, എവിടെയാണെങ്കിലും, ഏത് വംശത്തിൽപ്പെട്ടാലും, ഏത് ഗോത്രത്തിലും, ഏത് ഭാഷയിൽപ്പെട്ടതാണെങ്കിലും ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിന് വേണ്ടി സത്യസന്ധമായി ദൈവം ആഗ്രഹിക്കുന്ന ആരെങ്കിലും, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവ സ്വർഗത്തിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും എന്ന് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ഭക്തി, ജ്ഞാനം, അതാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ ദൈവഭയമുള്ള ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ദൈവം കാണുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ അന്വേഷിച്ച് ചോദിച്ചവരാ. ദൈവമേ എന്ന് വിളിച്ചു അറിയാൻ കഴിയാതിരുന്നു ആയിരുന്ന സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടെ അതിൽ നിന്നവരാ. ദൈവത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നാം പാപികളാണെന്ന് മനസ്സിലായി രക്ഷിക്കപ്പെടുക. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ലവോദിക്ക സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനം തേടി നീ പോയിട്ട് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. അതിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ള ലേഖനങ്ങൾ ഉള്ളതുകൊണ്ട് പൗലോസ് അങ്ങനെ പ്രത്യേകമായ ലേഖനം എഴുതിയില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അതല്ലാതെ അത് വെച്ചുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ദുരാചാരങ്ങൾ ആചരിച്ചാൽ ഇങ്ങനെയുള്ളവർ കഠിനമായ ശിക്ഷയ്ക്ക് യോഗ്യരായി തീരുമെന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും വളച്ച് ഒടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പോകരുത്. നമുക്ക് ആർക്കെങ്കിലും അത് സാധിക്കുന്നില്ല എങ്കിൽ വിട്ടുകളഞ്ഞേരെ, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ലവോദിക്ക സഭയ്ക്ക് ഒന്നിലും ഉത്തരവാദിത്വം ഇല്ലാത്ത ഉദാസീനമായിരിക്കുന്ന ഒരു സഭയായിരുന്നു അവർ. ഉദാസീനത എന്ന് പറഞ്ഞാൽ, ഉദാസീനത നമുക്കറിയാമല്ലോ, എന്ന് പറഞ്ഞാൽ ഒരു ലാഘവത്വം, ഇതൊക്കെ നിസ്സാരമായിട്ടെടുക്കുന്ന അവസ്ഥ. ഇത് തന്നെയാണ് മലാഖിയുടെ പ്രവചനം നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നത്. മലാഖിയുടെ പ്രവചനത്തിൽ വരുമ്പോഴും അവസാനം എഴുതിയ പുസ്തകമല്ലേ, അപ്പൊ അതിനകത്ത് വരുമ്പോഴും ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ അവരും ഉദാസീനരായിരുന്നു. കാരണം അവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങൾ ആ വാതിലങ്ങ് അടച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ ഏതിനാ സ്നേഹിക്കുന്നു? നിരവധി ചോദ്യങ്ങൾ ദൈവം അവരോട് പറയുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കുക. ഇന്നത്തെ ഈ ലവോദിക്ക സഭയിൽ അത് തന്നെയാണ് ആ ഉള്ള സംഭവങ്ങളാണ്. അപ്പം ആർക്കെങ്കിലും ഇതുമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് ആ മലാഖിയുടെ പ്രവചനം എടുത്ത് വായിപ്പിക്കാത്തത്, അത് വായിച്ചാൽ മതി. 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുമ്പോൾ എന്താണ് അന്നത്തെ ഇസ്രായേലിന് സംഭവിച്ചത് അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ സ്ഥാപനമായ ദൈവസഭയ്ക്കും അവസാന സമയത്ത് വന്നിരിക്കുന്നത്. ദൈവം 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ഏതിനാലാണ് ഞങ്ങളെ നീ സ്നേഹിക്കുന്നത്? അല്ലേ, ഒരങ്ങനെയല്ലേ ചോദിക്കുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു, എന്തെല്ലാം കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ പ്രമാണിമാർക്കാർക്കെങ്കിലും നീ ഒരു കണ്ണു പൊട്ടിയതിനെയൊക്കെ കൊണ്ടുപോയി നിനക്ക് കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന് ദൈവം ചോദിച്ചു. പറഞ്ഞു, ഇവർ വിചാരിച്ചത് അങ്ങനെ ഒരു രാജാവിന് മുമ്പിൽ കൊണ്ട് കൊടുക്കുവോ, അല്ലെങ്കിൽ ഒരു പ്രമാണിയുടെ അടുത്ത് കൊടുക്കത്തില്ല. അപ്പം വന്ന് ദൈവത്തെ ഉദാസീനതയോടെ കണ്ട ഒരു കാലഘട്ടമായിരുന്നു മലാഖിയുടെ പ്രവചനം എന്ന് പറഞ്ഞതുപോലെ ആത്മീയ കോളവും ഉദാസീനമായിരിക്കുകയാണ്. ചിലര് ഉദാസീനത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവർ ചതിക്കപ്പെട്ടവരാണ്, ചതിയിൽപ്പെട്ടവരാണ്. അവർ വിചാരിക്കും ദൈവം ഇതൊന്നും കാണത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. പൊട്ടിയതിനെയും കുടുപിടിച്ചതിനെയൊക്കെ കൊണ്ട് ദൈവത്തിനേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച ഒരു കാലഘട്ടമായിരുന്നു മലാഖിയുടെ പ്രവചനം. അതിനല്ലേ പണ്ടുണ്ടായിരുന്നത്. നമുക്ക് പലപ്പോഴും അറിയാം, പഴയ പഴഞ്ചൻ നോട്ടുകളൊക്കെ, ആർക്കും വേണ്ടാത്ത നോട്ടുകളൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത് നമുക്കറിയാം അല്ലേ. എവിടെ ഇട്ടത്? ദൈവത്തിന്റെ സ്വത്രകാഴ്ച പാത്രത്തിൽ ചിലർ കൊണ്ടുപോയി ഇടുന്നത് ഏതാണെന്ന് അറിയാമായിരുന്നു. ആരും എടുക്കാത്ത ദ്രവിച്ചത് പൊടിഞ്ഞത് കൊണ്ട് ഇടുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നല്ല പടുവെളുപ്പൻ നോട്ടൊക്കെ അവര് പേഴ്സ് വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും മുഷിഞ്ഞത് നോക്കി ഇടുന്ന ഒരു കാലഘട്ടം ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവം പറഞ്ഞു, ഇതൊക്കെ ദൈവം പറഞ്ഞു, നീ ഇത് നിന്റെ പ്രമാണിക്കോ അല്ലെങ്കിൽ ഉന്നതനായിരിക്കുന്ന ആൾ കൊണ്ട് കൊടുത്താൽ അവിടുന്ന് വാങ്ങിക്കുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് ഞാനും നിങ്ങൾ ഒരു സ്തോത്രം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഇരിക്കുന്ന ഒരുവനല്ല എൻ്റെ ദൈവം. ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച ദൈവം, അവന് കൊടുക്കേണ്ട സ്തോത്രം കൊടുക്കേണ്ടത് ഹൃദയത്തിന്റെ അകത്തുനിന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ വേണം അവന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടി. അത് മാത്രമേ നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത്,
പഴഞ്ചൻ നോട്ടുകൾ ഇടുന്നത് പോലെ ഒരു പഴഞ്ചൻ സ്തോത്രം പറയുന്ന അനുഭവം ഈ ദിവസങ്ങളിൽ ദൈവസഭകളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുക. ആരെങ്കിലും നിർബന്ധിച്ചിട്ടൊരു സ്തോത്രം പറയിപ്പിക്കുന്നത്, എല്ലാവരും മുഖം വീർപ്പിച്ച് കഠിനഹൃദയരായിട്ട് വന്ന് ഇരുന്നിട്ട് പോകും. എന്തിനാ? ആരോടാ പിണങ്ങിയിരിക്കുന്നത്? ആരോടാ നീ മുഖം വീർപ്പിക്കുന്ന? ആരോടാ? എന്നെയും നമ്മെ രക്ഷിച്ച യേശുവിനോടാണോ നാം നമ്മുടെ മുഖം വീർപ്പിച്ച് കാണിക്കുന്നത്? നിനക്ക് ഒരു പക്ഷെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, കാണുന്നവരെ നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നീ മുഖം വീർപ്പിച്ചിരിക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തട്ട് കിട്ടുമെന്നാണ് ദൈവാത്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധന, ദൈവസഭ, ദൈവ ഉദ്ദേശങ്ങൾ, ദൈവപ്രവൃത്തി എന്നുള്ളത് എപ്പോഴും ദൈവ സസൂക്ഷ്മമായി നോക്കുന്നുണ്ട്. പക്ഷേ ആരംഭ നൂറ്റാണ്ടിൽ വ്യാപരിച്ചതുപോലെ ആത്മാവ് അതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദൈവസഭകളും കൺവെൻഷൻ സ്ഥലങ്ങളും ശവപ്പറമ്പായി മാറുമായിരുന്നു. അതുകൊണ്ട് ദൈവം അത് ചെയ്തു. ഞാൻ ആദ്യത്തെ സഭയെക്കുറിച്ച് ദൂരെടുത്ത് ചിന്തിച്ചിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ പോലെ ദൈവസഭയിൽ ദൈവാത്മാവ് വ്യാപരിക്കാത്തതിന്റെ കാരണം അന്ന് രണ്ടുപേരെ വന്നതിൽ മരിച്ചു പോയുള്ളെങ്കിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും അവിടെ മരിച്ചു വീഴായിട്ട് വരും. അതുകൊണ്ട് വിചാരിക്കരുത് ദൈവം തീക്ഷ്ണത ഇല്ലാത്ത ദൈവമാണെന്ന് വിചാരിക്കരുത്. അവൻ തീക്ഷ്ണതയുള്ളവൻ തന്നെയാണ്. അവൻ പ്രവർത്തിക്കുന്നവൻ. മരുഭൂമിയിൽ ദൈവം പറഞ്ഞു, നീ സകലതും പട്ടുവീഴുവോളും. അതെ, നടന്ന് അലഞ്ഞ് 40 വർഷം അവരെ അവിടെ ദൈവം അവരുടെ പാവം സന്ദർശിച്ചു. ഒരൊറ്റ ഒന്നും പോലും കനാൻ കടന്നില്ല. പിന്നെ മറ്റുള്ളവരെ കൂടെ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തത്. ആ മോശം പറഞ്ഞുള്ളൂ, ഇവിടെ വെച്ച് ഇവരെ മൊത്തം കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീർ പറയും, കണ്ട് അവിടെ കൊണ്ടുപോയി അവരെ പിന്നെ തിരിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവരെ നീ കൊന്നു കളഞ്ഞെന്ന് പറയും. അത് മനുഷ്യന്റെ മുമ്പിൽ ഒരു പ്രശ്നമായി മാറും. എല്ലാവരും അപമാനിക്കുന്ന നിലവാരത്തിലേക്ക് വരും. അതുകൊണ്ട് മോശ ഇടുവെന്ന് പറഞ്ഞ കഥ പറഞ്ഞു, നീ പറഞ്ഞ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ അവരെ സന്ദർശിക്കേണ്ട സമയത്ത് അവരെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരെണ്ണം പോലും അപ്പുറം കടക്കാൻ ദൈവം സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കകത്ത് പാപം ചെയ്തിട്ട് ആരെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് വിചാരിക്കരുത്. പാപം ചെയ്യുന്നതിനെ അറിയാത്തത് കൊണ്ടല്ല, ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഒളിച്ചിരുന്നു, അവിടെ ഇരുന്നു. ദൈവം സമ്മതിച്ചിരിക്കുന്നതാ. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ സന്ദർശിക്കേണ്ട സമയത്ത് സന്ദർശിക്കും. ഒരുമിച്ച് സന്ദർശിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശവപ്പറമ്പായി തീരും. അതുകൊണ്ട് ദൈവം അതതിൻ്റെ സമയത്ത് സന്ദർശിച്ചോളും. ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്നും ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ്. വിചാരിക്കരുത് മദ്യപിച്ചിട്ട് വന്ന് ഇരുന്നാലും ദൈവാത്മാവ് അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. നീ കൊടുക്കുന്ന സ്വത്ത കാഴ്ചയ്ക്കകത്തോ അല്ലെങ്കിൽ നീ കൊടുക്കുന്ന വലിയ ദാനത്തിൻ്റെ അകത്തോ മയങ്ങിപ്പോകുന്ന അല്ല. ദൈവം നമ്മുടെ കർത്താവ് സകലവും കാണുന്നുണ്ട്. പക്ഷേ സമയത്ത് ശിക്ഷിക്കാതിരിക്കുക. എന്തെന്നറിയാമോ? ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം അവൻ ക്ഷമ കാണിക്കുന്നു, ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവഭയമുണ്ടാകണം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉൾഭൂവുകളെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അവന് മറവായിട്ടൊരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നുവെന്ന് എബ്രായ ലേഖൻ എഴുതി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇന്ന് രാത്രി പറയാൻ സാധിക്കുമോ? ആ ദൈവത്തോടാണ് എനിക്ക് കാര്യമുള്ളത്. പേര് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് പറയണം, എനിക്ക് അവനുമായിട്ടാകുന്നു കാര്യമുള്ളത്. മനസ്സാക്ഷി ഹൃദയത്തിന്റെ പ്രാഗൽഭ്യത്തോടെ ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ വളർത്തി ഈ ദിവസത്തിൽ പണിതെടുക്കുന്ന സന്ദേശത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ, വചനത്തിന്റെ വിശുദ്ധിയുടെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. അത് വേണ്ടതുപോലെ ദിവസങ്ങളിൽ ഗ്രഹിച്ചെടുത്ത് ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ഞാനും നിങ്ങളും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തോടെ വിളിക്കുവാൻ, അവന്റെ മുഖം കാണുവാൻ, ആ സ്നേഹത്തിലായി തീരുവാൻ, ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ അവൻ പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ എത്ര ശ്രേഷ്ഠകരമാണെന്നറിയാമോ ഈ ക്രിസ്തീയ ജീവിതം. അത് അബ്രഹാമൊക്കെ അനുഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിനം നമ്മെ ഒരുക്കിയെടുത്ത് അവനോടുകൂടെ വസിക്കാൻ വേണ്ടി, നിത്യം വസിക്കാൻ വേണ്ടി നമ്മെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വചന പഠനത്തോട് ദൈവാത്മാവ് ചെയ്തെടുക്കുന്നത് നിത്യം അവനോടുകൂടെ വസിക്കാനുള്ള മണവാട്ടിയെ, രാജ്ഞിയെ ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ദൈവാത്മാവ് ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തീരുവാൻ, ആ വചനത്തിന്റെ ശക്തിക്കൊത്തവണ്ണം മുന്നേറുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ദൂത് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവോദിക്യ സഭയോട് ശക്തമായി ദൈവാത്മാവ് സംസാരിച്ചു, നീ ശീതോഷ്ണവന,
നീ ഉദാസീനതയുള്ളവനാ, നിനക്ക് അറിയത്തില്ല വാസ്തവത്തിൽ ഞാൻ ആരാണെന്നുള്ളത്. അതാണ് ദൈവം പറഞ്ഞത്. നീ വിചാരിച്ചത് പണ്ടത്തെ പൊട്ടനെയും പൊട്ടുപിടിച്ചതിനെയും ഒന്നും വേണ്ടാത്തതിനെയൊക്കെ തന്നില്ലേ എന്നതുപോലെ മലാഹിയുടെ കാലത്തെ പോലെ കാലഘട്ടത്തിലല്ലേ ആയിരിക്കുന്നത്. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് ശക്തമായി പറഞ്ഞ് ഇരുതോണിയിൽ കാല് വെച്ച് പോകുന്ന ഒരവസ്ഥയാണെന്ന് കർത്താവിടെ വെളിപ്പെടുത്തി. ഞാൻ അതിൻ്റെ ഇന്ന് പൂർണ്ണമായിലേക്ക് പോകുന്നില്ല. അതിന് മുമ്പുള്ള ദൂത് ശക്തമായി ദൈവാത്മാവ് സംസാരിച്ചതുകൊണ്ട് ശീതോഷ്ണാവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇരുതോണിയിൽ കാല് വെച്ച് ഉദാസീനമായി നിന്ന് പേരുകൊണ്ട് ഭയങ്കര വിശ്വാസികളായിട്ട് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൂട്ടി മറ്റുള്ള മുമ്പിൽ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശക്തി ത്യജിച്ച് കളയുന്ന അനുഭവം ഉള്ള ഒരവസ്ഥയാണ് ലവോദിക്ക സഭയുടെ എന്ന് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇരുമനസ്സുള്ള മനുഷ്യനെ ദൈവം വെറുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-21 വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ ഏലിയാവ് അടുത്ത് എന്ന് സർവ്വജനത്തോട് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഭവിപ്പിൻ, ബാൽ എങ്കിലോ അവനെ അനുഭവിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം പറഞ്ഞില്ല. ഇവര് നോക്കി നിൽക്കുക, എന്താണെന്ന് നടക്കട്ടെ. ഇവർക്കൊരു ഉറപ്പൊന്നുമില്ല, ആരാണ് ദൈവം എന്ന് അറിയത്തില്ല. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കുക, എന്തെങ്കിലും ഒന്ന്. അവർ നോക്കിയത് പറഞ്ഞു, തീ ഇറങ്ങി യാഗപീഠത്തിൽ യാഗം തീ കത്തി കഴിഞ്ഞപ്പോഴത്തെ അവർ പറഞ്ഞു യഹോവ ദൈവം പിന്നാലെ കൂടി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്തെങ്കിലും അത്ഭുതം അടയാളം കണ്ട അതിന്റെ പിന്നാലെ കൂടുകയേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരത്ഭുതവും അടയാളം കണ്ടിട്ടല്ല യേശുവിനെ നാം വിശ്വസിക്കുന്നത്. എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം അത് വലിയൊരു അടയാളമാണ്, ഒരു അത്ഭുതമാണ്. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മെ ഒരു പഴയ മനുഷ്യനായിരുന്ന, പാവമനുഷ്യനായിരുന്ന, ഒരു പ്രതീക്ഷയും പ്രത്യാശയുമില്ല, നിരാശപ്പെട്ടിരുന്ന, ലോകത്തിന്റെ ജീവിതത്തിന്റെ എന്തിന് എന്നുള്ള ചോദ്യമായി ചോദിച്ചുകൊണ്ടിരുന്ന, ഈ ജീവിതത്തിന് അർത്ഥമെന്ത് ഉദ്ദേശമെന്തെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന എനിക്കും നിങ്ങൾക്കും ഭാഗ്യകരമായ പ്രത്യാശ എന്നുകൊണ്ട് ദീർഘദൃഷ്ടി തന്നിരിക്കുന്ന, നമ്മളിൽ പ്രവർത്തിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല, അടയാളമില്ല. അതുകൊണ്ട് പറയണം, ഞാൻ ഒരു അത്ഭുതമായിരിക്കുന്നു. സങ്കീർത്തനം 70 പറഞ്ഞിട്ട്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. യഥാർത്ഥ അത്ഭുതം എവിടെയാ? നമ്മെ ചൂണ്ടി പറയണം. അതെ, എൻ്റെ ഹൃദയത്തെ പഴയ മനുഷ്യനെ പുതുതാക്കി തീർത്ത എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രവൃത്തി. അതിനിൽ ചെയ്തതിനായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതല്ലാതെ കൂടുതൽ നടക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ കാണുന്നതോ മറ്റുള്ള കാര്യങ്ങൾ നോക്കി ദൈവമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി നിൽക്കണ്ട. എന്നിലും നിങ്ങളിലും ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടായി, നമ്മെ അഭിഷേകം നിറച്ച് നമ്മൾ പ്രത്യാശ പകർന്ന് ഈ ജീവിതത്തിനപ്പുറമായി ഒരു ഭാഗ്യകരമായ ഒരു സന്ദേശം, നമുക്കൊരു ലോകമുണ്ടെന്നും ദൈവത്തോട് വാസിക്കാമെന്നും നമുക്കുള്ള ദൈവത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഇവിടെയുള്ള 7 മഹാ അത്ഭുതങ്ങളെക്കാൾ, മറ്റുള്ള എല്ലാ അത്ഭുതങ്ങളെക്കാൾ ഏറ്റവും വലിയ അത്ഭുതം ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിൽ വിശ്വസിച്ച് അവന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് പറഞ്ഞ് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നമ്മള് പലർക്കും ഒരു അത്ഭുതമാകുന്ന രീതിയിലേക്ക് ഒരു അതിശയ വിഷയമാക്കി മാറ്റും ദൈവം. നമ്മെ മാറ്റിയെടുക്കുന്നതാണ് ഈ പ്രവൃത്തി മുഖാന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ അവര് ആ ഒരു അനുഭവത്തിലായിരുന്നു. അതിനോട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ രണ്ടിനെയും സ്നേഹിച്ചിരുന്നു. ലോകത്തെ സ്നേഹിച്ചു, ദൈവത്തെ സ്നേഹിച്ചു. സഭയിൽ വരുമ്പോൾ വിശ്വാസി, വെളിയിൽ പോകുമ്പോൾ അവിശ്വാസി, എവിടെയെങ്കിലും പോകുമ്പോൾ അവൻ്റെ കൂട്ടത്തിൽ കൂടും. പ്രിയപ്പെട്ടവരെ, ഒരുവൻ യഥാർത്ഥത്തിലാണെങ്കിൽ അവൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അവൻ വേഷം മാറത്തില്ല, ഓന്തിനെ പോലെ ആകത്തില്ല, അതിൻ്റെ മാറുന്നതല്ല, കളർ മാറത്തില്ല. എവിടെ നിന്നാലും അവൻ വിശ്വാസം തന്നെയായിരിക്കും. ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കും. അത് എല്ലാത്തിനും കൂടി പോയി ആമയും പറഞ്ഞ് തലയാട്ടത്തില്ല, എല്ലാത്തിനും കൂട്ടത്തിൽ പോയി നിൽക്കത്തുമില്ല. മാറേണ്ടിടത്ത് മാറി നിൽക്കും. അവൻ വേർപാട് കാണിക്കേണ്ടടുത്ത് വേർപാട് കാണിക്കും. മനുഷ്യരെ ഭയപ്പെടുന്ന കെണിയിൽ അവൻ പെട്ടുപോകത്തില്ല. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എല്ലാറ്റിനും പിന്നാലെ പോകത്തില്ല. ലോകം നിന്നെ ത്യജിക്കട്ടെ, നാം ലോകത്തിന് മരിച്ചവരല്ലേ, അങ്ങനെയല്ലേ നാം സ്ഥാനപ്പെട്ടത്. പിന്നെ എന്തിനാ മനുഷ്യരെ ഭയപ്പെടുന്നത്? മനുഷ്യഭയം കെണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേകം വിശ്വാസം വന്നിട്ട് പലതിനെ കുറിച്ച് കണ്ടിട്ട് അവരതിനെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ രാത്രി ദൈവാത്മാവ് പറഞ്ഞു, അതെല്ലാം കെണിയാകട്ടോ, നാളെ നിനക്കതെല്ലാം വിഷയമായി തീരും. അതുകൊണ്ട് അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യണം, മാറി നിൽക്കണമെന്ന് ദൈവാത്മാവ് പറയും. മാറി നിന്നേ പറ്റുള്ളൂ. അതാണ് ഉപദേശം, അതാണ് വേർപാട്, അതാണ് തനിമയെന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം തനിമയതാ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ഈ ലോകവും ജീവിതവും വിശ്വാസിയും പേരുകൊണ്ട് എല്ലാം കൂടെ കൂടി മറിച്ചിടാത്ത ദോശ പോലെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. മോശെ 7-8 വാക്യത്തിൽ പറയുന്നത്, എബ്രഹീം എന്ന് പറഞ്ഞാൽ വർധനമാണ്. മറിച്ചിടാത്ത ദോശ പോലെ എണ്ണി എല്ലാത്തിനെയും മറിച്ചിടാതെ യഥാർത്ഥമായ അകമ്പുറവും വേകാതെ എല്ലാത്തിനും ചേർത്ത്
സഭയ്ക്ക് അത്ര പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണം കാണിക്കുന്ന പ്രസ്ഥാനമല്ല ദൈവസഭ. ശുദ്ധീകരണ സ്ഥലമാണ് ദൈവസഭ. ഒരു ഭാവിയെ ശുദ്ധീകരിച്ചവനെ സ്വർഗാതിസ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു ഒരു പരിശീലനശാലയാണ് ദൈവസഭ എന്നുള്ളത്. അതല്ലാതെ ഏതെങ്കിലും കുറെ ആൾക്കാരെ മറിച്ചിടാത്തതിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എണ്ണം കൂട്ടി കാണിച്ചിട്ട് ഇവിടെ വലിയ പ്രവൃത്തിയാന്ന് പറയുന്നതല്ല. അത് മറിച്ചിടേണ്ട അകവും പുറവും ഒരുപോലെ വെന്തിട്ട് മാറ്റമുള്ളതിനെ ഒരുക്കിയെടുത്ത് ദിവസങ്ങളിൽ പണിതെടുത്ത് ദൈവം കണ്ടിരിക്കുന്ന അതിശ്രേഷ്ഠകരമായിരിക്കുന്ന പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയ കഴിഞ്ഞ 2000 വർഷം ദൈവാത്മാവ് ചെയ്തുകൂടി അതാണെന്നാണ് ലവോദിക്ക സഭയുടെ ബന്ധത്തിൽ പറഞ്ഞു വിടുന്നത് അവസാനിപ്പിക്കുന്നു. അതിലേക്കാണ് നാം തുടർന്ന് വരുന്നത്. തുടർന്ന് സഭയെക്കുറിച്ചുള്ള പൊതുവായുള്ള വിലയിരുത്തല് ദൈവാത്മാവ് നടത്തി. സഭയെക്കുറിച്ചുള്ള അഭിസംബോധനയായിരുന്നു ആദ്യത്തേത്. അത് നമ്മൾ വായിച്ചത് ഒന്നുകൂടി ഞാൻ വായിക്കാതെ അങ്ങനെ പറഞ്ഞു പോയില്ല, അതുകൊണ്ടൊന്ന് അത് പറഞ്ഞു പോകാം. അഭിസംബോധനയാണ് വ്യാഖ്യാന വാക്യം 3-ാം അധ്യായം 14-ാം വാക്യം. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനും സാക്ഷിയായ ദൈവസൃഷ്ടി ആരംഭമായ ആമേൻ എന്നുള്ള അരുളി ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് സർവ്വസൃഷ്ടി ആരംഭമായിട്ടുള്ളവൻ. അവൻ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സർവത്തിന്റെ ആരംഭവും എല്ലാറ്റിനും അവസാനം ദൈവമാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ എല്ലാം ക്രിസ്തു മുഖാന്തരം ഉളവായിട്ടുള്ളത്. ഇവിടെ ആമേൻ എന്ന് ആദ്യമായി പറയപ്പെട്ടത്, ആമേൻ എന്ന് പറയപ്പെട്ടത് ഈ വേദവസ്തുവിലെ ആമേൻ നോക്കി പോകണ്ട. ആദ്യമായി ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്ന് അറിയാൻ കാണത്തില്ല. കാരണം എന്നു മുതൽ ദൈവത്തിന്റെ സൃഷ്ടി ഉണ്ടായോ അന്നെല്ലാം പിതാവാം ദൈവം, ആലോചനയാം ദൈവം പറയുന്നതെല്ലാം ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്നാണ് പുത്രനാം വചനം. അത് ജീവൻ വ്യാപരിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് ആമേൻ പറഞ്ഞു തുടങ്ങിയെന്ന് നോക്കിയാൽ ആദ്യം ആമേൻ പറഞ്ഞത് എവിടെയാന്ന് നോക്കി വേദവസ്തുവിലെ ഒരു വാക്യമെടുത്ത് ഇതാണ് ആമേൻ തുടങ്ങിയെന്ന് പറയരുത്. സർവസൃഷ്ടി ആരംഭം എന്ന് പറഞ്ഞാൽ ഇത് പിതാവാം ദൈവത്തിന്റെ ആലോചന, അത് ആലോചന വചനമായി വെളിപ്പെടുമ്പോൾ അത് അങ്ങനെ തന്നെ സ്ഥാപിതമാകുന്നതിനാണ് ആമേൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടിയുടെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ക്രിസ്തു. എന്താണ് യേശു ക്രിസ്തു? അവൻ സൃഷ്ടിയല്ല, സകല സൃഷ്ടികളുടെയും പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് വചനമാകുന്ന ശക്തി. ഉളവാകട്ടെന്ന് പറഞ്ഞപ്പോൾ ആമേൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിതമാക്കിയെടുത്തതിനെയാണ് ഇവിടെ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങൾ ഉളവാകുവാൻ ആകാശത്തിൽ നക്ഷത്രങ്ങളുളവായി, സൂര്യചന്ദ്രൻ അതുപോലെ സമുദ്രം ഉളവാകട്ടെ, അതിൽ ജീവജല ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഉളവാക്കിയെടുക്കാൻ വേണ്ടി വ്യാപരിച്ച കാണുന്ന തിമംഗലങ്ങളും മീനുകളും ഇതെല്ലാം ഒരൊറ്റ വാക്കിൽ ഉളവാക്കിയപ്പോൾ ആ വാക്കിൽ അടങ്ങിയിരുന്ന ദിവ്യശക്തി എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുമോ? നാം കാണുന്ന പുല്ലുകളും വൃക്ഷങ്ങളും വൃക്ഷലതാദികളും മലകളും കുന്നുകളും ഈ കാണുന്നത് മുഴുവനും സ്ഥാപിതമാക്കപ്പെട്ടത്, ഇത് മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. ഉളവാകട്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉളവാക്കാൻ വേണ്ടി വ്യാപരിച്ച ആ അമൂല്യമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ശക്തിയാണ് ആമേൻ എന്ന ദൈവപുത്രൻ യേശു ക്രിസ്തുവാണത്. പിതാവാം ദൈവം ഉളവാകട്ടെന്ന് പറയുമ്പോൾ അതതുപോലെ ഉളവാക്കിയെടുക്കാൻ വേണ്ടി അതിന് പിമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തിയാണ് വചനം എന്ന് പറയുന്നത്. വചനം ദൈവമായിരുന്നു എന്ന് നാം പഠിപ്പിക്കുന്ന ക്രിസ്തു അത് തന്നെയാണ്. ആ വചനമാണ് ജഡമായി തീർന്ന ഭൂമിയിൽ ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കപ്പെടാൻ വേണ്ടി അവരോട് പറഞ്ഞു, മനുഷ്യവംശത്തെ രക്ഷിപ്പാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് പ്ലാൻ ചെയ്തു, നീ മരിച്ചേ മതിയാകുള്ളൂ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം, കഷ്ടം സഹിച്ചേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ആയവൻ അന്ന് ആമേൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് 2000 വർഷം മുമ്പ് വചനമായ ദൈവം ഇവിടെ ജഡത്തിൽ വന്ന് മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി അവരോട് കൂടി ഇരുത്താൻ വേണ്ടി, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി, അവന്റെ ആലോചന നിവർത്തിക്കാൻ വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്ത പിതാവാം ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി പുത്രനാം ദൈവം ആമേൻ പറഞ്ഞു. അത് അന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞതാണ് കഴിഞ്ഞ 2000 വർഷമായി നിവർത്തിയിരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് ദൈവസൃഷ്ടി ആരംഭമായ ഏതെങ്കിലും സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അത് പഴയതാകട്ടെ പുതിയതാകട്ടെ ഏത് സൃഷ്ടി ഉണ്ടാകണമെങ്കിലും അതിന്റെ പിമ്പിൽ
വചനമായിരിക്കുന്ന ക്രിസ്തു ഉണ്ടായിരിക്കണം. നമ്മളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കാൻ വേണ്ടി യേശു കർത്താവ് വാക്കുകൊണ്ട് പറയുകയല്ല ചെയ്തത്, അവന്റെ പ്രവൃത്തി കൊണ്ട് അവൻ ലോകത്തിൽ വന്നു. മനുഷ്യനെ മാത്രമാണ് ദൈവം കരം കൊണ്ട് മണ്ണെടുത്ത് ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെങ്കിൽ, അവൻ സൃഷ്ടിച്ചെങ്കിൽ അവനെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വന്ന് അവൻ തന്നെ തകർക്കപ്പെടുവാൻ, മരിക്കുവാൻ ഇടയാറ്റുന്നു, നമ്മെ ജീവിപ്പിക്കുവാൻ, നിത്യജീവന്റെ ഓഹരിക്കാരാക്കി ഉന്നതമായ സ്ഥാനങ്ങളിൽ നമ്മെ ദൈവത്തോടുകൂടെ ജീവന്റെ ഉറവിടമായിരിക്കും ദൈവത്തോടുകൂടെ ചേരുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ഉടയപ്പെടുവാൻ ഇടയാറ്റുന്നു. അത് ആമേൻ ആയവന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് രാത്രി നാം ആമേൻ പറഞ്ഞ കർത്താവേ, നീ തകർക്കപ്പെട്ടതുകൊണ്ട്, നീ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഉയർപ്പുണ്ടായി, ഞങ്ങൾക്ക് വിടുതലുണ്ടായി, ഞങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായി, ഞങ്ങൾക്ക് നിത്യജീവനുണ്ടായി. അതുകൊണ്ട് നിന്നോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ് ഞങ്ങളെ നീ പടുതുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നാം ആമേൻ പറയുന്നത്. അപ്പോൾ അതാണ് അഭിസംബോധനയുടെ വാക്ക്. അതിനുശേഷമായി സഭയെക്കുറിച്ച് പൊതുവായിട്ടുള്ള പ്രവൃത്തിയെ നോക്കിയിട്ട് പറഞ്ഞു. 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം പറയുക, നിന്നെ നോക്കിയിട്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. നിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ ശീതോഷ്ണാവസ്ഥയില്ല. അവിടെയാണോ ഇവിടെയാണോ എന്നറിയത്തില്ല, ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ല. ദൈവം പറഞ്ഞു, എനിക്കറിയാൻ കുഞ്ഞെ, നിന്റെ ഉദാസീനതയുണ്ടല്ലോ, നീ വിചാരിക്കുന്നത് ചതിക്കുന്നയാ, നിന്നെ തന്നെ ചതിക്കുക. നീ വിചാരിക്കുന്നതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ മനുഷ്യൻ തന്നെത്താൻ ചതിക്കുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ വേഷം കെട്ടുന്ന വിശ്വാസികളായി നിൽക്കുകയല്ല വേണ്ടിയത്. ദിവസങ്ങളിൽ വേഷം കെട്ടി അതിന് ശക്തിയെ ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയണം, അങ്ങനെയുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ നിങ്ങളും നിൽക്കുന്നത്. നമുക്ക് കാര്യമുള്ളത് അവന്റെ സന്നിധിയിൽ, അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നവനുമായിട്ടാകുന്നു നമുക്ക് ബന്ധമുള്ളത്. അതുകൊണ്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച ദിവസങ്ങൾ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലവോദിക്ക സഭയോട് പറയുമ്പോൾ, ലവോദിക്ക സഭയുടെ അവസ്ഥ എന്തായിരുന്നു, അവർ എവിടെ സ്ഥാപിതമായി, എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ചരിത്രം നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ സഭയെ നോക്കി പറഞ്ഞപ്പോൾ അവരോട് മാത്രമല്ല ദൈവം സംസാരിച്ചത്. ഇന്ന് ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന, അല്ലെങ്കിൽ സന്ദേശം എവിടെയെല്ലാം കേൾക്കുമോ അവരോടെല്ലാം ആഗോള സഭയോടാണ് ദൈവാത്മാവ് ദൂതറിയിക്കുന്നത്. അതുകൊണ്ട് ശീതോഷ്ണാവസ്ഥ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം പറഞ്ഞു, ഒന്നെങ്കിൽ നീ ലോകമനുഷ്യൻ, അല്ലെങ്കിൽ നീ ദൈവമനുഷ്യൻ. ഇന്ന് രാത്രിയിൽ ഏതിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്? നാം ദൈവമനുഷ്യനോ അതോ ലോകമനുഷ്യനോ? ലോകത്തിൽ നമ്മെ വേർതിരിച്ചെടുത്തത് ദൈവ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയാ, അതെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയാ, ദൈവമക്കളാക്കി തീർത്ത് ആ സ്വർഗീയ സിംഹാസനത്തിലെത്താൻ വേണ്ടി പുത്രത്വം നൽകാൻ വേണ്ടിയാണ് യേശു വേർതിരിച്ചെടുത്തെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാനാണ് കർത്താവ് ദിവസങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് നമുക്ക് സഭയിലെ കുറവുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് കാണാൻ സാധിക്കുന്നത്. 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇങ്ങനെ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണമാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. ഇവനറിയാതിരിക്കുക എന്നാ പറഞ്ഞത്. പക്ഷെ പറയുന്നത് എന്താ? ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. കഥാ പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും, ഉമണ്ണു കളയും എന്ന് പറഞ്ഞാൽ നിന്റെ പേര് പോലും ഞാൻ പറയാത്ത വിധത്തിൽ നിന്നെ ഞാൻ തുപ്പിക്കളയുമെന്നാണ് പറയിക്കുന്നത്. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണു കളയും. ഞാൻ ധനവാൻ സമ്പന്നായിരിക്കുന്നു, എനിക്കൊന്നിനും. നമുക്ക് മുന്ന സഭയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു, എന്നാൽ നീ ധനവാനാകുന്നു താനും. അവിടെ എങ്ങനെയാ പറഞ്ഞത്? പക്ഷേ ലവോദിക്ക സഭയോട് പറയുക, നീ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുമ്പോൾ കർത്താവ് പറയുക, നിന്റെ സ്ഥിതിത 5 കാര്യങ്ങൾ നിന്റെ കുറവുകളാണ്. 5 കാര്യങ്ങൾ ദൈവം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു. അതിനെ വ്യാഖ്യാനിച്ചാൽ മതി. ലവോദിക്ക സഭയോട് പറയുക, ദൂത് ഏറ്റെടുത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പഠിച്ചാൽ മതി. നമ്മളിനകത്ത് ഏതെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 കാര്യങ്ങൾ. 1 നിർഭാഗ്യവാൻ, 2 അരിഷ്ടൻ, 3 ദരിദ്രൻ, 4 കുരുടൻ, 5 നഗ്നൻ. കർത്താവ് പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ നിന്റെ കുറവുകളാണ്. നീ ഇതാണ് ആയിരിക്കുന്ന അവസ്ഥ. പക്ഷെ നിനക്കത് മനസ്സിലാകുന്നില്ല. കാരണം നീ കണ്ണ് അടയപ്പെട്ടു പോയി. നീ എന്താണെന്ന് നിനക്കറിയത്തില്ല. ലവോദിക്ക സഭയിലുള്ള
അതേ രീതിയിലുള്ള ആരെങ്കിലും ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ദൈവാത്മാവോട് സംസാരിക്കുന്നത്. നാം വിചാരിക്കും എനിക്കൊന്നിനും കുറവില്ല, ഞാനെല്ലാം ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. കർത്താവ് ഇപ്പോൾ വന്നാൽ പോകാൻ വേണ്ടി നിൽക്കുന്ന കൈപൊക്കി നിൽക്കുന്ന ആൾക്കാരാകുക. പക്ഷേ എന്നാൽ ഇന്ന് രാത്രി പറയുക, ദൈവാത്മാവ് പറയുക, അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല. നാം ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച ദിവസങ്ങളിൽ കർത്താവോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എനിക്കതിന് യാതൊരു പദവിയുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും എന്നെ കൂടി അതിലൊന്ന് ഉൾപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. എങ്ങനെയെങ്കിലും വല്ല സംഭവവും എങ്ങനെയെങ്കിലും, പൗലോസ് പറഞ്ഞത് എങ്ങനെയാണ്, എനിക്കതൊരു യോഗ്യതയില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പക്ഷെ എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനോട് പ്രസാദം തോന്നിയാൽ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി എന്നെ സകലത്തിനും മതിയാക്കുന്നവനാണ്. കർത്താവ് പറഞ്ഞു, നിന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണമെങ്കിൽ, ശക്തിപ്പെടണമെങ്കിൽ അതേ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. നമുക്ക് ദിവസങ്ങളിൽ പറയാൻ, കർത്താവേ, എന്നെ ഒരുക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ട ഒരു സഭയെ കർത്താവേ ദിവസങ്ങളിൽ ഒരുക്കിയെടുക്കണമേ എന്നുള്ള വലിയ വാഞ്ചയും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ സംസാരിച്ചതിനകത്ത് ഒരു കാര്യം കൂടി ഞാനത് വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി ഒന്ന് തൊട്ട് സംസാരിക്കാം. കാരണം അഭിസംബോധന വാക്യത്തിൽ പറയുന്നത് വിശ്വസ്തനും സത്യവാനും. എന്തിനാണ് ദൈവം വിശ്വസ്തൻ എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. കാരണം ഈ നമ്മുടെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം വിശ്വസ്തൻ, അതിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. നമ്മൾ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നുള്ളത്. 1 തെസ്സലോനിക്കർ ലേഖനം 5-23-24 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അതിന്യമാം വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. കർത്താവ് പറഞ്ഞു, ഞാനത് വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാ, നിന്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അതാണ് സ്വർഗീയ വിളി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം, അതൊക്കെ അവിടെ കിടക്കട്ടെ കർത്താവേ, ഞങ്ങൾക്കിവിടെ നീ പറഞ്ഞിരിക്കുന്ന വാക്തത്വമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കർത്താവ് പറഞ്ഞു, ഞാൻ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം ഇതാണ് കുഞ്ഞെ, സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദേഹി ആത്മാവിന്റെ ശുദ്ധീകരണത്തെയാണ് സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം സ്വർഗാസ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ദേഹത്തിന്റെയും ദേഹിയുടെ ആത്മാവിന്റെയും ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ കഴിയാത്തതിനാണ് സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം പല വാക്കുകളും ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത് നമുക്ക് പലതും ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ജീവൻ തന്നെ രക്ഷിച്ചത് നിനക്കിവിടെ ഒരു വീടുണ്ടാകാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നിന്റെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയോ, നിന്റെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയോ ഉള്ളൊരു കാര്യം. അതൊക്കെ ഇവിടെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഹൃദയം മാറ്റിവെക്കാൻ പറ്റും, ഇവിടെ എന്തെല്ലാം പരിപാടി ഇപ്പം ചെയ്യാൻ പറ്റും, അതൊക്കെ സാധിക്കും. അതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാലമല്ല ഇന്ന്. സാമ്പത്തികമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ, ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ കഴിയാത്ത എല്ലാം ചെയ്യാൻ കഴിയും. ഒരു പരിധി വരെ എല്ലാം ചെയ്യാൻ കഴിയും. ദൈവം സകലത്തിന് ഉതകുന്ന പറയുന്നത് അല്ലേ. മരിച്ചുപോയ ഒരാളുടെ മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഉള്ള ഓർഗൻസ് എടുത്ത് വേണം ആർക്കും വേണം ഫിറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ, കൈ ഇനി ഒരിക്കലും കൈ ചലിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കെട്ടി വെക്കും. പക്ഷേ ഇന്ന് മരിക്കുന്നതിന് മുമ്പ് കൈ വേണമെങ്കിൽ വേറെ ആരുടെയും ദേഹത്തെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ അവർക്ക് ആ കൈ ഉപയോഗിക്കാം. ഹൃദയം നിൽക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാൻ പറ്റും, വൃക്ക മാറ്റാൻ പറ്റും, കണ്ണ് മാറ്റാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് പറയുന്നത് അത് ലോകത്തിന് സാധിക്കും. എന്നാൽ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെ ശുദ്ധീകരിച്ച് എന്നോട് സദസ്യന്മാരാക്കുവാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്താ ദൈവത്തിന്റെ വിശ്വസ്തത? കർത്താവ് വിളിച്ച ഉദ്ദേശം എന്താണ്? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഒരൊറ്റ വാക്കിൽ ഇന്ന് രാത്രി ഞാൻ സംക്ഷേപിച്ച് പറയാം. അതെ, കർത്താവ് സൃഷ്ടിച്ചത് അവരോട് സുരസദൃശനായിരുന്നു, പക്ഷേ സ്വഭാവ സദൃശ്യം അവന് വന്നിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ ക്രിസ്തുവിനോട് സദൃശന്മാരാക്കുവാൻ, അവനോട് സ്വഭാവത്തിൽ സദൃശപ്പെടുവാൻ, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശിയാക്കി തീർക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത്.
പഴയ നിയമത്തിൽ ആദം ദൈവത്തിന്റെ സദൃശ്യത സ്വഭാവ സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ദൈവം തന്റെ സ്വഭാവത്തിന് കൊടുത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സ്വഭാവമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിട്ട് അവനോട് സദൃശന്മാരായി തീരാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തിനാണ് കർത്താവ് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, എന്നോട് സദൃശന്മാരായി എൻ്റെ സ്വഭാവമുള്ളവരായി നിങ്ങൾ എന്നോട് ചേരി വന്ന്. ഇവിടെ കണ്ണ് മറ്റൊരാൾക്ക് മാറ്റിവെക്കണമെങ്കിൽ, ഹൃദയം മാറ്റിവെക്കണമെങ്കിൽ മാച്ച് ചെയ്യണം. ബ്ലഡ് തമ്മിൽ അതിന് വേണ്ട രീതിയിൽ അതിന് ചേരുന്നെങ്കിൽ മാത്രമേ മാറ്റിവെക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു, നിങ്ങളെ എന്നോട് ചേർക്കാൻ വേണ്ടി എന്നെ പോലെ സദൃശന്മാരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേരാൻ കഴിയത്തുള്ളൂ. മണവാട്ടി സഭയെ ഇന്ന് രാത്രി ദൈവാത്മ പറയുക, നിർമ്മലകന്യയായി തീരുവാനുള്ള ദൈവസഭയോട് ദൈവാത്മാ പറയുക, അവനോട് ചേരണമെങ്കിൽ നാം അവനോട് സദൃശന്മാരായിട്ടണം. എങ്ങനെ? അവനോട് ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും സദൃശന്മാരാകുന്നവരെയാണ് ദൈവമായ കർത്താവ് ദിവസങ്ങളിൽ അവനോട് ചേർക്കുവാൻ പോകുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ നിരവധി ഭക്തന്മാർ, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഈ തികവിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചനം സംസാരിക്കുമ്പോൾ ഇതേ തികവിലേക്ക് ദൈവാത്മാവ് ഒരു കൂട്ടം ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വിശുദ്ധീകരണം നൽകിക്കൊണ്ട് അവന്റെ സ്വഭാവം നമ്മളിൽ പകരുവാൻ വേണ്ടി അവരുടെ ദേഹവും ദേഹിയും പുറമേയുള്ള ഒരു മനുഷ്യനെ ദൈവം സ്വരൂപ സദൃശ്യമാണ് ഉണ്ടായിരുന്നത്, നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചുകൊണ്ട് സദൃശ്യമുണ്ടായിരുന്നു. എന്നാൽ അവനിൽ ആത്മാവിന്റെ സദൃശ്യം ഇല്ലായിരുന്നു. അതാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സമ്പൂർണമായ വിടുതലാണ് ക്രിസ്തുവിൽ കാണുന്നത്. വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്ന ആദത്തെ പോലെ ആകാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനോട് സദൃശന്മാരായിത്തീരുവാൻ, അവന്റെ സ്വഭാവത്തോട് കൂട്ടവകാശികളായിത്തീരുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിളിക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്നത്. എനിക്ക് ഇന്ന് രാത്രിയിൽ സന്ദേശം കൈമാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ആത്മീയ ദാഹത്തോട് വലിയ വാഞ്ചോടുകൂടി ഞാൻ സംസാരിക്കുന്നത്. അതെ, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് ഭൗതികമായിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയല്ല, അത് നമ്മുടെ സെക്കൻഡറി വിഷയമാണ്. ദൈവം നൽകും. കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശിയായി തരാൻ വേണ്ടിയാ. നിത്യതയ്ക്ക് വേണ്ടി വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും അവന്റെ സ്വഭാവം നമ്മളിൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവന്റെ അഭിഷേകത്തിന്റെ സ്വഭാവം, അവന്റെ ശക്തിയുടെ സ്വഭാവം നമ്മൾ വ്യാപരിച്ചു കഴിയുമ്പോൾ ദിവസങ്ങളിൽ നാം പുനരുത്ഥാനത്തിന്റെ മക്കളായി മാറും, രൂപാന്തരത്തിന്റെ മക്കളായി മാറും. നമ്മളിൽ തേജസ് ആവരിക. അതിലേക്ക് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഠനത്തിലൂടെ ദൈവസഭയെക്കുറിച്ചുള്ള ആഘോള പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം ക്രിസ്തുവിനോട് സദൃശന്മാരായിത്തീരുന്ന, അവരോട് ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഒന്നായി ചേരുവാൻ യോഗ്യത പ്രാപിക്കുന്ന മണവാട്ടി സഭയെ ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ദിവസങ്ങളിൽ ശീതോഷാവസ്ഥ ആകാൻ പാടില്ല. കർത്താവിന്റെ കുറവിനെ എടുത്ത് പറഞ്ഞു 5 കാര്യങ്ങൾ. 1, നിർഭാഗ്യവൻ എന്നുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ വെളിപ്പാട് ദിവസം 1-ാം അധ്യായം വായിച്ചാൽ മതി. 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ നിർഭാഗ്യവനായിരിക്കുന്നു എന്ന് പറയാൻ കാരണം അതിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് വായിക്കത്തുമില്ല, വായിച്ച് കേൾപ്പിക്കത്തുമില്ല, പ്രമാണിക്കത്തുമില്ല. ആ ഒരു അവസ്ഥയിലാണ് വെളിപ്പാട് ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലേ പറഞ്ഞിരിക്കുന്നത്, ഈ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് ദിവസം തുറന്നുപോലും നോക്കത്തില്ല. വെളിപ്പാട് ദിവസം പോയിട്ട് പണ്ട് സംഗീതം, ഇപ്പൊ അതും വായിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിർഭാഗ്യാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വചനപരമായിട്ടുള്ള യാതൊരുവിധമായ കാര്യങ്ങളും മനസ്സിലാക്കാതെ അത് വായിച്ചു കേൾപ്പിക്കുകയോ പ്രമാണിക്കുകയോ ചെയ്യാതിരിക്കുന്ന അവസ്ഥ ലവോദിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ നിർഭാഗ്യവനാണ്. ഞാൻ അതിൽ വിടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം ഭാഗ്യവാന്മാരാകണമെങ്കിൽ ദൈവവചനത്തെ വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം, അത് പ്രമാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർഭാഗ്യാവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് ഭാഗ്യവാന്മാരായി തീരുവാൻ കർത്താവ് സഹായിക്കും. കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഈ അവസ്ഥയിലായിരിക്കുന്നത്, അതുകൊണ്ട് നിർഭാഗ്യവനാണ്. വചനപരമായിട്ട് നിനക്ക് യാതൊരുവിധമായ ഭാഗ്യവുമില്ല. നീ വായിക്കത്തില്ല, വായിച്ച് കേൾപ്പിക്കത്തില്ല, പ്രമാണിക്കത്തുമില്ല. ലവോദിക്ക സഭയെ നോക്കി പറഞ്ഞു. 2-ാമത്തെ കാര്യം അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടത എന്ന് പറഞ്ഞ അരിഷ്ടത. ഇവിടെ സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമാകുന്നതാണ്. സഭാപ്രസംഗി 8-ാം അധ്യായം 6-ാം വാക്യം. ചിലരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭാരം മാത്രമേ ഉള്ളൂ.
ഒരിക്കലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. മാറ്റിവെക്കണമെന്ന വിഷയങ്ങളൊക്കെ. കർത്താവിൽ സന്തോഷിക്കണം. അരിശതയൊന്നും നീ പേറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ രോഗിയായി മാറും. അതുകൊണ്ട് നമ്മൾ എത്ര ചിന്തിച്ചാലും ഒന്നും നടക്കത്തില്ല. പക്ഷേ ഇത് പറയുകയാണ്, മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമാകും. എന്താ മനുഷ്യന്റെ ഭാരം? കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ദൈവം ചുമക്കാന്ന് പറഞ്ഞു. കർത്താവ് അതെങ്ങനെയാ പറഞ്ഞു? അധ്വാനിക്കുന്നത് ഭാരജോഗ്യതയുള്ളവർ എൻ്റെ അടുക്ക് വരുവേ, ഞാൻ നിങ്ങളെ സ്വതന്ത്രമാക്കാന്ന് പറഞ്ഞു. ഈ അരിഷ്ടത പിടിച്ചു കിടന്ന ആട്ടിൻകൂട്ടം, അരിഷ്ടതകളെ കുറിച്ച് പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അരിഷ്ടതയേറിയ ആടുകളെ പാലിക്കാൻ വേണ്ടി എന്നെ ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അരിഷ്ടതയേറിയ ആടുകൾ. അങ്ങനെ മനുഷ്യരിൽ അരിഷ്ടതയേറിയവരായിരുന്നു നമ്മളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അരിഷ്ടന്മാരായിരുന്നു, ഭാരമായിരുന്നു. അത് മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമാണെന്ന് പറയുന്നത്. പാവഭാരം, ഈ കർഷക ഭാരം, ഇതെല്ലാം ഭാരമാണ്. പക്ഷെ എന്നാൽ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും നാം ആ ഭാരം വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെയാണ് അരിഷ്ടത എന്ന് പറയുന്നത്. ഇവര് ലവോദിക്ക സഭ അങ്ങനെയുള്ളതായിരുന്നു. അതല്ല ഇന്നത്തെ സമയത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്ന, വല്ലാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് അതിനെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുക. അരിഷ്ടന്മാരായിട്ടിരിക്കാൻ പാടില്ല. അരിഷ്ടത മാറണം നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്നറിയാമോ? ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു അവർ സകല മനുഷ്യരും അരിഷ്ടന്മാരാകും. ഒരു സന്തോഷമില്ലാത്ത വർഗമായി ഈ ദിവസങ്ങളിൽ ദൈവസഭ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് രാത്രി ഒരു കാര്യം പറയാം. എൻ്റെ നിങ്ങളുടെ ആയുസ്സൊക്കെ നമുക്കറിയാം എത്ര മാത്രമേ ഉള്ളെന്നറിയാം. നമ്മൾ മക്കളെ കുറിച്ച് ഭാരപ്പെടാൻ നീ എത്ര നാൾ ഭാരപ്പെടും എന്ന് നിനക്ക് ഭാരപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇന്ന് രാത്രി എത്ര നാൾ നമുക്ക് ഭാരപ്പെട്ടുകൊണ്ട് അവരെ വിഷയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? എത്ര നാൾ? അത് കഴിഞ്ഞ് ആര് നോക്കും? പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, വിഷയം ഏറ്റെടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആവശ്യമില്ലാത്ത ചിന്തകളും ഭാരങ്ങളുമായിട്ടിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ അത് അരിഷ്ടതയാണ്, അല്ലേ? നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? നമ്മളാണ് ചില താങ്ങി നിർത്തുന്നെങ്കിൽ നമ്മുടെ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ ആരും പിന്നെ താങ്ങും? ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് കാരണബോധം സകലത്തിനും. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാത്തിനും വേണം. പക്ഷേ ഭാരം മുഴുവൻ നീ എടുത്ത് പോയി തലയിൽ വെച്ച് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു നാളും സന്തോഷിക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ ദിവസം പോലും ഒന്ന് സന്തോഷിച്ച് ഒരാഹാരം കഴിക്കാൻ കഴിയത്തില്ല. എപ്പോഴും ചിന്തകൾ അതൊക്കെ മാറ്റിവെക്കുക. ദൈവത്തെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ ഇതിനകത്ത് ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ എന്താണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. എനിക്കറിയാം നീ ഒന്നും ദോഷമായിട്ട് ചെയ്യത്തില്ല. രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുകയില്ല. 28-ാം ദിവസമല്ലേ, ഒരു വിടുതൽ നടക്കട്ടെ. സ്തോത്രം. അനേകരുടെ ഭാരങ്ങൾ മാറട്ടെ, അനേകരുടെ നിരാശകൾ വിട്ടു മാറട്ടെ. അത് വെച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാരങ്ങൾ ഇന്ന് രാത്രി എടുത്ത് മാറ്റുക ദൈവം. നമ്മളൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇന്ന് രാത്രി അതിനെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുക. ഈ ആയുസ് മാത്രം അരിശ വെച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ചിരിക്കാനോ, ഒന്ന് ആരാധിക്കാനോ, സന്തോഷിക്കാനോ കഴിയാതെ ഇതെല്ലാം ഭാരമായിട്ട് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇതാണ് ലവോദിക്ക സഭ. ലവോദിക്ക സഭയ്ക്കകത്ത് സന്തോഷിക്കാൻ കഴിയത്തില്ല. അവര് വല്ലാതെ ഞെരുങ്ങിയിരിക്കുക. ഒരൊറ്റ ഉണർന്നു പോലും സന്തോഷമില്ല. വീട്ടിൽ സന്തോഷിക്കണം, സഭയെ പിന്നെ എവിടെ പോയാൽ സന്തോഷിക്കുന്നത്? ഇവിടെ അരിഷ്ടതയുടെ കാരണം ക്രിസ്തുവിൽ പ്രത്യാശ. ഏത് വിഷയമുണ്ടെങ്കിലും കർത്താവിൽ അങ്ങ് പ്രത്യാശ വെക്ക്. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ തലമുറയ്ക്കൊന്നും സംഭവിക്കുകയില്ല. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? ഈ രാത്രിയിൽ ചിലരുടെ ഭാരങ്ങളെ ദൈവാത്മാവ് മാറ്റാൻ പോവുക. നീ ക്ലാസ്സിൽ വന്നിരുന്നത് പോലെ അല്ല ഇന്ന് എഴുന്നേറ്റ് പോകുന്നത്. അനേകരുടെ ഭാരങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോവുക. അതെ, വളരെ ഭാരത്തോടെ, വളരെ ഞെരുക്കത്തോടെ, ബുദ്ധിമുട്ടോടെ സഹിച്ച് മടുത്തിരിക്കുന്ന ചില ജീവിതങ്ങളെ ഇന്ന് ദൈവാത്മാവ് കാണുകയാണ്. അവരുടെ ഭാരത്തെ ദൈവം എടുത്തു മാറ്റി ദൈവം സ്വന്തമാകും. ദൈവം പറയും, ഞാൻ വഹിച്ചോളാം, നിനക്ക് വഹിക്കാൻ കഴിയത്തില്ലാത്തതിന് ഞാൻ വഹിക്കാം. ദൈവം ഏറ്റെടുക്കുക. കഥ പറഞ്ഞു, എൻ്റെ മേലിട്ടുകൊള്ളുവിൻ, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ എന്ത് ചെയ്യും? പുലർത്താമെന്ന്. കണിതയോട് പറഞ്ഞ് ദിവസങ്ങളിൽ വിഷയം ഇട്ടുകൊടുക്ക്.
അന്യോന്യം ഭാരങ്ങളെ ചുമക്കാൻ വേണ്ടിയാ നാം പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ള ഭാരങ്ങളെ നാം ഏറ്റെടുത്ത് അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ അതെ നാം എല്ലാവരും ചുമന്നു കൊണ്ടുവന്നിട്ട് അത് നിങ്ങളുടെ എല്ലാ ഭാരം എടുത്തുകൊണ്ട് ഞാൻ കിടക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും എൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളിതെല്ലാം ഇട്ടുകൊള്ളുവാനുള്ള ഒരുവന്റെ മേലെ ഇടുകയാണ്. യേശുവേ, നീ ഇത് വഹിക്കണമേ. ഇന്ന് രാത്രി നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ദൈവസ്ഥയിൽ നമുക്കിടാം. കർത്താവേ, നീയാണിത് വഹിക്കേണ്ടത്. നീ ഇത് വഹിച്ച് ചുമക്കുവാൻ നിനക്ക് കഴിയും. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങളെ സ്വന്തമാക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് രാത്രിയിൽ കരപുയർത്തി സ്തോത്രം ചെയ്ത് ചില വിഷയങ്ങൾ ഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഒരിക്കലും മാറത്തില്ലെന്ന് വിചാരിക്കുന്ന ഭാരങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് തച്ചുടച്ചു കളയുക. അതിനെ കർത്താവ് പറയും, എനിക്കിതൊന്നുമല്ല കുഞ്ഞെ, ഞാനത് വഹിച്ചുകൊള്ളാം. ഞാൻ അതിനെ നിസ്സാരമായി കണക്കാക്കി അതിന് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയത്തക്കണ കാര്യങ്ങളെ കർത്താവ് പരിഹരിക്കുന്നതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരിഷ്ടതാവസ്ഥ, ദരിദ്രൻ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവരെല്ലാം ഇതിൽ കൂട്ടുന്ന ഈ പട്ടികയിൽപ്പെടുന്ന ലൂക്കോസിന്റെ സുവിശേഷം 12-21 വാക്യത്തിൽ പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവനെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദരിദ്രനായിട്ടാണ്. നമുക്ക് തന്നെയുള്ള സമ്പാദ്യം അല്ലേ. ലവോദിക്കയിലെ സഭ ദൈവവിഷയത്തിലായിരുന്നില്ല സമ്പന്നായിരുന്നു, ഭൗതിക വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് വിശ്വാസ സംബന്ധമായി കർത്താവ് അവരെ ദരിദ്രന്മാരോടാണ് തുലനം ചെയ്തിരുന്നത്. അതെ, വിശ്വാസം വന്നിട്ട് എനിക്ക് പലതും ലഭിക്കാനുണ്ട്, മറ്റുള്ളവരുള്ളത് എനിക്കില്ല. എനിക്കറിയാം എനിക്ക് പലതിനും കുറവുണ്ട്, പലതും ലഭിച്ചിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടത്തില്ല, ഞാൻ സന്തോഷമില്ലാത്തതായി തീരത്തില്ല. എനിക്കറിയാം എനിക്ക് ദൈവം തരുന്നില്ല, വേണ്ട. ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. അതിനും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ലഭിച്ചതിനായി സ്തോത്രം, ലഭിക്കാത്തതിനായി സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനി പ്രാർത്ഥന ദൈവം അത് കേൾക്കുന്നില്ലെങ്കിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ കർത്താവ് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞു ദരിദ്രനായിരുന്നു ദൈവവിഷയമായി സമ്പന്ന. വിശ്വാസത്തിൽ സമ്പന്നനുണ്ടെങ്കിലേ നമുക്ക് ആത്മീയ സമ്പന്നത ഉണ്ടാകുക. അവര് ഭൗതിക വിഷയത്തിലേക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അവർക്കിതുണ്ടല്ലോ, ഇവർക്കിതുണ്ടല്ലോ, അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയില്ലോ, അവരുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പോയല്ലോ, അങ്ങനെ പോയില്ലോ, ഇങ്ങനെ പോയല്ലോ. വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൗതിക വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം ചെയ്യാൻ തുടങ്ങി. അവരെ ദൈവം അനുഗ്രഹിച്ചു, ഇവരെ ദൈവം അനുഗ്രഹിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നമ്മളെ അനുഗ്രഹിച്ചില്ലല്ലോ. എന്നാ ചിന്തിക്ക്, ദൈവത്തിന് വചനപരമായിട്ട് പ്രത്യാശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാത്രിപ്പെടണം, അതേ കർത്താവേ, എന്നേക്കും നിൽക്കുന്നതിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്, അതാണ് എൻ്റെ നിക്ഷേപം. സ്തോത്രം. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ്. ഇവരോട് പറഞ്ഞു, നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഒരുപാടുണ്ട് കൊച്ചേ. ലവോദിക്ക സഭ പറഞ്ഞു, നിന്റെ അക്കൗണ്ട് നോക്കിയാൽ കോടിക്കണക്കിന് രൂപ നിനക്ക് ബാങ്കിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഒരു സ്വർഗം പണിത് അതിലൂടെ വേണേൽ ആൾക്കാരെ കയറ്റിക്കൊണ്ട് കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇന്നത്തെ സഭകൾക്ക് വേണേൽ കഴിയും. സ്വർഗത്തിന്റെ മോഡൽ ഉണ്ടാക്കി വേണമെങ്കിൽ ഇതാണ് സ്വർഗമെന്ന് കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ ആൾക്കാരെ അതിന് വേണ്ടിയിട്ട് കാണിച്ച് ഇതാണ് സ്വർഗം എന്ന് കാണിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവെന്ന് സാമ്പത്തികം എന്ന ലവോദിക്ക സഭയ്ക്കുണ്ട്, നമ്മുടെ സഭകൾക്കൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ വചനപരമായിട്ട് ജീവിച്ച് കാണിച്ച് അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? വേണമെങ്കിൽ ഇന്നത്തെ സഭയ്ക്ക് സ്വർഗത്തിന്റെ മാതൃക ഉണ്ടാക്കിയുടെ അധികം താമസിയാതെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ദൈവം പറയുക, സ്വർഗമെന്ന് പറഞ്ഞ മോഡൽ ഉണ്ടാക്കി കാണിച്ച് വേണമെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കാൻ സാധിക്കും. പക്ഷെ ദൈവം പറഞ്ഞു, അതല്ല, നീ ഇവിടെ മോഡലൊന്നും ഉണ്ടാക്കേണ്ട, ചെയ്യേണ്ടത് നീ എൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ധനമുള്ള സമ്പത്തുള്ള സഭയായി മാറുക, സ്വർണ്ണ സഭയെ പോലെയാകുക, ഫിലദൽഫ്യ സഭയെ പോലെയാകും ദൈവം പറയും. അവരെന്താ ചെയ്തത്? മാതൃകയുള്ളവരായിരുന്നു, കൂട്ടായ്മ കാണിക്കുമായിരുന്നു, പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിക്കുമായിരുന്നു, വചനമകത്തുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു. കഷ്ടതയിലും അവർ സന്തോഷ സമൃദ്ധിയുള്ളവർ. നമ്മൾ പഠിച്ചതാ, അത് മനസ്സിലാക്കിയതാ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ദൈവാത്മാജൻ പറയുന്നത്, ഇന്നത്തെ ലവോദിക്ക സഭയ്ക്കകത്ത് സന്തോഷമില്ല, ദൈവസഭയ്ക്കകത്ത് സമാധാനമില്ല, ദൈവസഭയ്ക്കകത്ത് അന്യോന്യമുള്ള കരുതലില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു, ഇതാണ് സംഭവം, നീ ദരിദ്രനായിരിക്കുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്ന കുടൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ലോകത്തിന് ദൈവമായിരിക്കുന്ന സാത്താൻ അവിശ്വാസിയുടെ മനസ്സ് കൂടാക്കും.
വിശ്വാസം കൊണ്ടുവരത്തില്ല. അവന് ചിന്താമണ്ഡലത്തെ തുറക്കത്തില്ല, അവനെ കുരുടാക്കി കളയും. എന്നാൽ ദൈവത്തിന് കൃപയാ നമ്മുടെ മനസ്സിന്റെ മനക്കണ്ണുകളെ തുറന്നു മാനസാന്തരപ്പെടാൻ ഭാഗ്യം തന്നു. അനേകം മാനസാന്തരപ്പെടാൻ സഭയെ എവിടെയാ കൊണ്ടുവന്നറിയാവോ? സഭയുടെ കണ്ണടയ്ക്കും. അതൊന്ന് മ്യൂട്ട് ചെയ്തേക്കണമേ പ്ലീസ്. ആരുടെങ്കിലും മ്യൂട്ട് ചെയ്തേക്കണം. സലിയാൻറ്റി മ്യൂട്ട് ചെയ്തേക്കണം. ഓക്കെ. അപ്പോൾ ഈ സഭയുടെ കണ്ണടയ്ക്കുന്ന അനുഭവത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പം മനസ്സ് കൂടാകുന്ന അവസ്ഥയാണ് 2 Corinthians 4:4 പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ അവിശ്വാസിയുടെ മനസ്സാണ് കൂടാക്കുന്നത്. എന്നാൽ സഭയിലുള്ള വിശ്വാസികളുടെ ദീർഘദൃഷ്ടി കാലക്രമേണ നഷ്ടപ്പെടുന്നത് ക്രൂരന്മാരായി തീരുന്നതിനെയാണ് ഇവിടെ രേഖപ്പെടുന്നത്. അതുകൊണ്ട് ദൈവിക പരിജ്ഞാനത്തിന് കോട്ട സംഭവിക്കുന്നു. അപ്പം ഒരു കാലത്ത് നമ്മുടെ മനസ്സ് കുരുടാക്കിയിരുന്നു, സത്യം അറിയാതെ വണ്ണം ബ്ലോക്ക് ചെയ്തിരുന്നു, അവൻ തിരശ്ശീലിട്ടിരുന്നു, കാണാൻ കഴിയത്തില്ലായിരുന്നു. ദൈവത്തിനെ കൃപയാ ദൈവ തിരശ്ശീലെല്ലാം മാറ്റി നമ്മെ ക്രിസ്തുവിനെ കാണിച്ച് തന്ന് നമ്മുടെ മനസ്സിന് മാനസാന്തരം വന്ന് ദൈവമക്കളായി തീർന്നു. എന്നാൽ ദൈവസഭയിൽ വന്നതിന് ശേഷമായിട്ട് കാലക്രമേണ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ ദൈവത്തിൽ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മളിൽ ആ ഫോക്കസ് തെറ്റിപ്പോയി. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് ലക്ഷ്യസ്ഥാനമുണ്ട്, ഒരു പോയിന്റിലേക്കാണ് നാം നോക്കി യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്തെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. അല്ലെങ്കിൽ കാല് അവിടെ ഇവിടെ പോയി നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അപ്പൊ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യുന്ന കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ദീർഘദൃഷ്ടിയോടുകൂടി ജീവിപ്പാനായിട്ട് നമ്മുടെ പ്രധാന ലക്ഷ്യം, ഞാൻ നിങ്ങൾ എവിടെ ഇരുന്നാലും നമ്മുടെ സെൻട്രൽ പോയിന്റ് ഫോക്കസ് നമ്മുടെ സ്വർഗത്തിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിന് ക്രിസ്തുവിലായിരിക്കണം. അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ നോട്ടങ്ങളെയും ചിന്തകളെയും ഭാവങ്ങളെയും ദിവസങ്ങളിൽ ഒന്നാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരേ ഭാവം, ഒരേ ചിന്ത, ഒരേ മനസ്സാക്ഷി, ഒരേ രീതിയിൽ ജീവിക്കുന്ന അനേകര് ലോകത്തിലുണ്ട്. അവിടെ എല്ലാം ഒരു ഫോക്കസ് പോയിന്റ് എടുക്കാമെങ്കിൽ ആഫ്രിക്കയിലും അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും എവിടെ ഇരുന്നാലും അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം ക്രിസ്തുവാണ്. പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കഷ്ടം തികഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ അടുത്തേക്കാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയദൃഷ്ടി എവിടേക്ക് എത്തുന്നത്? യേശുവിലേക്ക് എത്തുവാനിടയെത്തുന്നത്. അതിനെയാണ് ദീർഘദൃഷ്ടി, ഫോക്കസ് നമ്മൾ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് 2 പത്രോസ് 1:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവസഭയ്ക്ക് വന്നിരിക്കുന്ന കണ്ണ് കുരുട്ട് എവിടെയാണെന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസ് 1:8-9 വാക്യങ്ങൾ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പോൾ ഇവിടെ പത്രോസ് ലേഖനം എഴുതി, ഞാൻ മുഴുവെടുത്ത് പോകാത്തത്, അത് മുഴുവെടുത്ത് വായിച്ചു പോകണമെങ്കിൽ ഒരുപാട് സമയം അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്നാൽ 2 പത്രോസിന് 1:8-9 വാക്യം മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ഞാൻ വായിച്ചു പോകാം, എന്തൊക്കെയാണ് നമുക്കില്ലാത്തതെന്നുള്ളത്. 5-ാം വാക്യം തന്നെ മുമ്പ് ഞാൻ പറഞ്ഞു പോയാൽ ദിവ്യസഭ കൂട്ടവാഴ്ചയിൽ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, പറഞ്ഞ വിശ്വാസം കുറഞ്ഞു പോയാൽ വീര്യം നഷ്ടപ്പെടും, പരിജ്ഞാനമില്ലാതായിത്തീരും, ഇന്ദ്രിയം നഷ്ടപ്പെടും, സ്ഥിരതയില്ലാതായിത്തീരും, ഭക്തി ഇല്ലാതായിത്തീരും, സഹോദരപ്രീതി ഇല്ലാതായിത്തീരും, സ്നേഹമില്ലാതായിത്തീരും. അപ്പൊ ദൈവസ്നേഹത്തിൽ നിന്നാണ് സാത്താൻ അകറ്റുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ദൈവത്തിന് അകലാൻ തുടങ്ങും. നമ്മുടെ ദൃഷ്ടി നമ്മളിൽ മാത്രം എന്തെങ്കിൽ ഭൗതികത്തിലേക്ക് വരും, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരത്തില്ല, ദീർഘദൃഷ്ടി വരത്തില്ല. അപ്പൊ അങ്ങനെ ഇത് കുറഞ്ഞു വരികയാണെങ്കിൽ പറഞ്ഞു ദൈവോട് പറഞ്ഞിരിക്കുന്നത്, അവയില്ലാത്തവനോ കുരുടനത്രേ, ഒരു ക്രിസ്തുദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ
പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. 1:8-9 വാക്യങ്ങൾ, 8-9 വാക്യങ്ങളാണ്. അപ്പൊ അവൻ ഗുരുടനാണ്. മുമ്പത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മെ ശുദ്ധീകരിച്ചൊക്കെ മറന്നു ദൈവസ്നേഹത്തിൽ നിന്ന് മാറാൻ തുടങ്ങി കഴിയുമ്പോൾ, അത് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് അവനിൽ സഹോദര പ്രീതി കാണത്തില്ല. പിന്നെ ആരെയും കാണാൻ പറ്റത്തില്ല. എന്നെ മാത്രമേ കസദൃശ്യ, എനിക്ക് എന്നെ മാത്രമേ, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ എനിക്ക് മറ്റാരും സ്നേഹിക്കാൻ കഴിയത്തില്ല. ഞാൻ എന്നെ തന്നെ നോക്കും. അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിന് ഭക്തി നഷ്ടപ്പെടും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്ഥിരത പോയി, പിന്നീട് ഇന്ദ്രിയം പോയി, പരിജ്ഞാനം പോയി, വീര്യം പോയി, വിശ്വാസം പോയി. ഇതിനെയാണ് വിശ്വാസത്തിൽ നിന്ന് പോകുക എന്ന് പറയുന്നത്. അപ്പൊ നീ വിശ്വാസം നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുന്നു പറയുമ്പോൾ, ദൈവസ്നേഹവുമായിട്ട് അടുത്ത് നിൽക്കാമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. നീതിസൂര്യായിരിക്കുന്ന ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കാമെങ്കിൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, അതാണ് സാത്താൻ ഒന്നാമത് ചെയ്ത തന്ത്രം. അവൻ എഫെസ്യ സഭയെ ദൈവസ്നേഹത്തിന് അകറ്റിയാൽ അവനറിയാം വിശ്വാസത്തിൽ നിന്ന് മാറുമെന്ന്. എങ്ങനെയാ മാറിപ്പോയത്? എങ്ങനെയാ? നാം വിശ്വസിച്ച് ദൈവം നിൽക്കുന്നത് നമുക്ക് സഹോദര പ്രീതി ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരിക്കണം. നമുക്ക് ഭക്തി ഉണ്ടായിരുന്നു, നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് സ്ഥിരതയുണ്ടായിരിക്കണം, നമുക്ക് ഇന്നും എന്നേക്കും സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്ദ്രിയജയം, അവയവങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം, വീര്യം ഉണ്ടായിരിക്കണം. നമുക്ക് വിശ്വാസവും വീര്യം എന്നിങ്ങനെ വർദ്ധിച്ച് വന്ന് ദൈവസ്നേഹത്തിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പൊ ഇത് കുറഞ്ഞു പോയി തിരിഞ്ഞു ചെല്ലുന്നതിനെയാണ് ഈ കുരുടനായി തീരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവയില്ലാത്തവനോ കൂടനത്രേ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് ലവോദിക്ക സഭയോട് സംസാരിച്ചത് അത്ര കൃത്യമായിട്ട് കർത്താവ് സംസാരിച്ചത്. കർത്താവ് പറഞ്ഞു, നീ ഗൂഢനാ എന്ന് പറഞ്ഞാൽ നിനക്ക് ദീർഘദൃഷ്ടി നഷ്ടപ്പെട്ടു, ഭൗതിക മാത്രമേ ഉള്ളൂ. ഈ ഉയരത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ ദൈവസ്നേഹത്തിലേക്ക് എത്താനോ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്നോട് ദൈവം സംസാരിക്കുക കേട്ടോ. പലപ്പോഴും ഞാൻ കൂട്ടുകണ്ണനായി തീർന്നിട്ടുണ്ട്, എനിക്ക് രസദൃശ്യായി പോയിട്ടുണ്ട്. കർത്താവോട് പറയാം, കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യം മാറി പോകാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ ആ നേരായ മാർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുവരണമേ. കർത്താവെ, എന്നിൽ വചനമാകുന്ന ആ വിശ്വാസം നൽകണമേ. കർത്താവെ, ആ വചനം എന്നിൽ അത് വീര്യമാക്കി തരണമേ. കർത്താവെ, ആ വീര്യം കൂടുന്നതനുസരിച്ച് അതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി പരിജ്ഞാനം ഉണ്ടാകണമേ. അതിൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ അവയവങ്ങളെ അത് നിയന്ത്രിക്കണമേ. എൻ്റെ അവയവങ്ങളിൽ പാപം വ്യാപരിപ്പാൻ ഇടയാകാതെ ക്രിസ്തുവിനിൽ വാഴണമേ. കർത്താവെ, നിന്റെ അതെനിക്ക് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഒരു ഉണർവ് മീറ്റിംഗ് കഴിയുമ്പോഴല്ല കർത്താവെ, ഒരു ക്ലാസ് പങ്കെടുക്കുന്ന എനിക്കത് സ്ഥിരതയോടെ എനിക്കത് കൊണ്ടുപോകുവാൻ, മുമ്പോട്ട് നയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, ആ സ്ഥിരത എനിക്ക് കർത്താവെ, അത് എൻ്റെ ഭക്തിയായി, ജ്ഞാനമായി ദൈവമേ അങ്ങയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. അത് എന്നിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള സഹോദര സ്നേഹം എന്നിൽ നൽകുമല്ലോ കർത്താവെ. അതെന്നെ അങ്ങയുടെ സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് എത്തിക്കുമല്ലോ. ഇതാണ് യഥാർത്ഥമായ ദീർഘദൃഷ്ടി. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, നീ കുരുടനാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാ. കുരുടനാകുന്നു. നീ ഇതിനെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കാനുണ്ട്, പക്ഷേ ഇന്ന് ക്ലാസ് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അപ്പൊ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് നഗ്നനാകുന്ന പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ് വിശ്വാസജ്ഞാനമേറ്റ ദൈവസഭയിലുള്ളവർ. പക്ഷെ എന്നാൽ കുരുടുകണ്ണനായി ഈ പറയുന്ന വിശ്വാസം ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു ഇല്ല. ക്രിസ്തുവിനെ നമ്മൾ ത്യജിച്ചു, നമ്മൾ സ്നാനപ്പെട്ടത് വെറുതെ ആയിപ്പോയി. അന്നപിടിയോ സ്നാനപ്പെട്ടെന്നുള്ള പേര് മാത്രമായിപ്പോയി. ആ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കഥ പറയുക, നീ നഗ്നന, പഴയ മനുഷ്യനായി മാറി. ലവോദിക്ക സഭയെ നോക്കി പറയാ, നീ നഗ്നനായി മാറി. നിന്റെ പാപത്തിന്റെ ആ വീണ്ടെടുപ്പ് നീ മറന്നു കളഞ്ഞു. രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ നഗ്നരായിരുന്നു, എന്നാൽ നീ ഞങ്ങളെ നിന്റെ വിശുദ്ധി ഉടുപ്പിച്ചു. രാത്രിയിൽ മുഴുവൻ സന്ദേശം എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് നാളെ ദൈവത്തിൽ ബാക്കിയെടുക്കാം. ഇന്ന് മുഴുവൻ എടുക്കാൻ കഴിയത്തില്ലല്ലോ. അതെന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുള്ളൂ കൂടി, ആത്മീയ വെളിച്ചം പകരുന്നുള്ളൂ കൂടി, നാം എന്താണ് പ്രാപിക്കേണ്ടതെന്ന് കൂടി വേഗത്തിൽ പറയാം. അത് അടുത്ത ദിവസം എടുക്കേണ്ടതെങ്കിലും ഇന്ന് രാത്രി ഞാൻ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം കർത്താവ് ഇന്ന് രാത്രി വരികയാണ്, നമുക്ക് എടുക്കപ്പെടണമല്ലോ. നാം എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്തറിയാമോ? എന്തിനു വേണ്ടിയാ? ദൈവം നമ്മളെ തല്ലുന്നു, ദൈവം നമ്മളെ വഴക്ക് പറയുന്നു, ഇടിക്കുന്നു എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ശാസിക്കുന്നു. നമുക്കറിയാം, അമ്മമാരൊക്കെ പെൺമക്കളെയൊക്കെ കൈക്കൊണ്ട് കൊടുക്കത്തില്ല, അടി കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ഇഷ്ടമില്ലാത്ത കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്ന്.
അപ്പന്മാർ മക്കളെ തല്ലും, മോനെ തല്ലും അല്ലേ? മക്കളെ വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാം. അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കൊണ്ട് കൊടുക്കും, ചെയ്യാൻ പാടില്ലെന്ന് പറയും. എന്താണെന്നറിയാമോ? അവിടെ അവർക്കൊരു സിസ്റ്റമുണ്ട്, ഒരു സദാചാരമുണ്ട്. അത് വിരുദ്ധമായി പോകുന്നതിന് അടി കൊടുക്കും. ഇവിടെ എബ്രായ ലേഖനം 12-4-11 വാക്യങ്ങൾ ഞാൻ നാളെ അത് വിശദീകരിക്കാം. എന്നാൽ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇന്ന് രാത്രിയിൽ പറഞ്ഞ സന്ദേശം അവസാനിപ്പിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്? നാം നമ്മുടെ വിശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധി. അതാ പറയുന്നത്. കർത്താവ് പഴയ നിയമത്തിൽ ആയോട് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. അപ്പോൾ ദൈവസഭയുടെ സമ്പന്നത ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. നീ പ്രാപിക്കേണ്ടത് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പ്രാപിക്കേണ്ടത്? നീ സമ്പന്നാകേണ്ടതിന് തീയിൽ ഊതിക്കൊഴിച്ച പൊന്നും പ്രശ്നപരിഹാരമാ. നിന്റെ ലജ്ജ വെളിപ്പാകത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശിക്ഷിക്കുകയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഈ ജാഗ്രതയുള്ളവനായി ഇരിക്കുക, മാനസാന്തരപ്പെടുക എന്ന് പറയും. ഇവിടെ വിശ്വാസ സമ്പന്നാകണം. അതിനുവേണ്ടി അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ ശാസിച്ച് ശിക്ഷിച്ച് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ദൈവസഭയുടെ സമ്പന്നത ദൈവിക വിശുദ്ധിയാകുന്നു. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവസഭയുടെ സമ്പന്നത, ദൈവമക്കളുടെ സമ്പന്നത ദൈവിക വിശുദ്ധിയാണ്. അതാണ് അത് പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് ദിവസങ്ങളിൽ നമ്മെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ദൈവസഭയുടെ സമ്പന്നത എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, വിശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ അതേ നേച്ചറിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് നമ്മെ ഉയർത്തുന്നതിനെയാണ് ദൈവസഭയുടെ സമ്പന്നത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ സമ്പന്നത എന്താണ്? 5 നില കെട്ടിടങ്ങളോ AC ഇട്ട മുറികളോ വലിയ ശബ്ദകോലാഹലങ്ങളോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ വെച്ചോ കുഴപ്പമോ ഒന്നുമില്ല. പക്ഷേ അതിനകത്ത് വരുന്ന മുഴുവനും കൂടന്മാരും നഗ്നന്മാരും അങ്ങനെ ആത്മീയമായിട്ടുള്ള രോഗികളാണെങ്കിൽ ദൈവം പറയും, നിന്റെ അത്രയും ദരിദ്രം പിടിച്ച ഒരു സഭയിൽ എന്ന് പറയും. രാത്രി നമ്മുടെ കൂടി വരുവ അതാണ്. നമുക്ക് ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ധരിക്കാൻ വസ്ത്രം കാണത്തില്ലായിരിക്കാം, എന്നാൽ നീ ക്രിസ്തുവിനെ ധരിച്ചതാണെങ്കിൽ കർത്താവ് പറയും, നീ സമ്പന്നനാണ്. രാത്രി കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവസഭയുടെ സമ്പന്നത ദൈവവിശുദ്ധിയാകുന്നു. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ദിവസത്തിൽ കർത്താവേ, ഞാൻ തെറ്റിപ്പോയടുത്ത് എന്നെ ശിക്ഷിക്കണമേ, എന്നെ നേരെയാക്കണമേ, നിങ്ങളുടെ വിശുദ്ധി പ്രാപിച്ച് നിങ്ങളുടെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ കർത്താവ് എന്നെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവം വെച്ചാൽ നാളെ ഇതൂത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ സമയം പോയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ ഇതൂത് കംപ്ലീഷൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ അതിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് രാത്രി ഇതിനെ ഇതൂതിനെ വിരാമം ഇടുമ്പോൾ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി. നമുക്ക് ദൈവത്തിന് രക്ഷ തന്നു, നാം പ്രാപിച്ചതൊക്കെ നമുക്കറിയാം. നാം അവന്റെ ആത്മാവിനെ പ്രാപിച്ചു, രക്ഷ പ്രാപിച്ചു, വചനം പ്രാപിച്ചു, വാഗ്ദത്തം പ്രാപിച്ചു. അപ്പം ദൈവം പറയുകയാണ്, അവസാനത്തിലേക്ക് എന്നെ പോലെ നിങ്ങളും വിശുദ്ധന്മാരാകണം. അത് പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ കടന്നു വരുന്ന നമുക്ക് ശാസന ശിക്ഷയൊക്കെ ഉണ്ട്. കാരണം അവന്റെ അതേ പിതാവാം ദൈവത്തിന്റെ പുത്രന്റെ അതേ വിശുദ്ധി പ്രാപിച്ച് ദിവസങ്ങളിൽ ആ വിശുദ്ധിയുടെ ആത്മാവിൽ രൂപാന്തരപ്പെടുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസഭയുടെ സമ്പന്നത ആൾക്കാരുടെ എണ്ണമല്ല, ദൈവസഭയുടെ സമ്പന്നത വലിയ മൈക്ക് സിസ്റ്റമല്ല, ദൈവസഭയുടെ സമ്പന്നത വലിയ ബിൽഡിങ്ങുകളല്ല, ദൈവസഭയുടെ സമ്പന്നത AC ഓഡിറ്റോറിയങ്ങളല്ല, ദൈവസഭയുടെ സമ്പന്നത അനേക കൺവെൻഷൻ നടത്തുന്നതല്ല. ദൈവസഭയുടെ സമ്പന്നത ഒരൊറ്റ വാക്കിൽ പറയാം, ക്രിസ്തുവിന്റെ വിശുദ്ധിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തെ വിരാമിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.